بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين ഈ കക്കാട് പ്രദേശത്തെ ഒരു വലിയ പ്രതീക്ഷയിൽ ആരംഭിക്കുന്ന ഈ സെന്ററിന് ഇതിന്റെ ഉദ്ഘാടന വേളയിൽ ഇതിന്റെ പ്രവർത്തകരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ മത, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ സെന്റർ ഇസ്ലാമികമായ ആശയദർശങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും ഈ പ്രദേശത്തെ മനുഷ്യർക്ക് വിജ്ഞാനം നൽകുവാനും ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുമുള്ള അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിന് ഇതിനെ സഹായിച്ചിട്ടുള്ള സാമ്പത്തികവും ശാരീരികവും മറ്റ് പല വിധത്തിലുള്ള സഹകരണങ്ങളും വഴി ഇതിന് സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ നന്ദി അറിയിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്ന മാറ്റം ഇതാണ്. നമ്മുടെ രാജ്യം വമ്പിച്ച പ്രതിസന്ധികളിലൂടെയാണ് നീങ്ങുന്നത്. സ്വാതന്ത്ര്യം നേടി 60 വർഷം പൂർത്തിയാകുന്ന ഈ സമയം രാഷ്ട്രശില്പികൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഐക്യം നിലനിൽക്കുന്ന രാഷ്ട്രം എന്നത് യാഥാർത്ഥ്യമായിട്ടില്ല ഇപ്പോഴും എന്നത് നമ്മുടെ ഒരു വേദനയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ടു മുമ്പ് മഹാത്മാഗാന്ധി കോഴിക്കോട് സന്ദർശിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുവാൻ പ്രമുഖ ദേശീയ നേതാവും പിൽക്കാലത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന പി ഉമ്മർ കോയ സാഹിബ് ഗാന്ധിജിയോട് സംസാരിക്കാൻ സമയം ആവശ്യപ്പെട്ടത്രേ. ഉമ്മർ കോയ സാഹിബ് മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, ഗാന്ധിജിയെ കാണണം, ഗാന്ധിജിയോട് അല്പനേരം സംസാരിക്കണം കോഴിക്കോട്ട് വെച്ച്. ഗാന്ധിജിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് അന്ന് ഇനി ഇദ്ദേഹത്തിന് സമയം നൽകാൻ ഒഴിവില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ താല്പര്യവും ആഗ്രഹവും പ്രകടിപ്പിച്ചപ്പോൾ ഉപേക്ഷിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചതുമില്ല. അവസാനം കാലത്ത് നടക്കാൻ പോകുന്ന സമയത്ത് 1 മണിക്കൂർ നേരം കൂടെ നടക്കുമെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് ഗാന്ധിജി പറഞ്ഞത്രേ. അങ്ങനെ ഉമ്മർ കോയ സാഹിബ് ഗാന്ധിജിയുടെ നടന്നു കൂടെ. അപ്പൊ ചോദ്യം ഇതാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന പ്രതീക്ഷയിൽ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന് പണിയെടുക്കുന്ന കാലമാണ്. പല വാർത്തകളും നമ്മുടേതായ ഒരു ഭരണം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരന് കെട്ടിക്കാൻ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളിൽ പോലും ആ ഒരു ആഗ്രഹം നിലനിൽക്കുമ്പോഴാണ് ഈ ചോദ്യം. അന്ന് ഗാന്ധിജി പറഞ്ഞത്രേ, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടും,
ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടും, അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, ഗാന്ധിജി പറഞ്ഞത്, ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഈ രാജ്യം ഒന്നിച്ചു നിൽക്കുമോ എന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കുമോ? ഇതാണ് എൻ്റെ ഭയം. ആ ഭയമാണ് ഇന്നും നാം കാണുന്നത്. ഈശ്വര അല്ലാ തേരെ നാം എന്ന് ഗാന്ധിജി പറഞ്ഞതിനാണ് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ഈശ്വര അല്ലാ തേരെ നാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ വർഷം തന്നെ കലഹങ്ങളുണ്ടായി, അതിർത്തി പ്രദേശങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായി. ഇന്നും നമ്മുടെ നാട്ടിൽ വൈവിധ്യങ്ങളുണ്ട് ഈ രാജ്യത്ത് എന്നറിയാത്ത ആളുകൾ മേൽക്കോയ്മ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ടും അന്യന്റെ അഭിപ്രായങ്ങളെ അറിയുവാൻ ഹൃദയവിശാലത ഇല്ലാത്തതുകൊണ്ടും കലഹങ്ങളുണ്ടാക്കുകയാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യമില്ല ലോകത്ത്. നമ്മൾ മനസ്സിലാക്കണം അത്. ഇന്ത്യ രാജ്യം അത്ഭുതങ്ങളുടെ രാജ്യമാണ്. അറബിയിലൊരു കിതാബുണ്ട്, അജായിബുൽ ഹിന്ദ് എന്നിട്ട്, ഇന്ത്യയിലെ അത്ഭുതങ്ങൾ എന്നാണ്. അപ്പൊ ഇന്ത്യയിലെ അത്ഭുതങ്ങളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം ഇന്ത്യയുടെ രൂപമാണ്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഒരു ഭാഷയല്ല, മുഴുവൻ മനുഷ്യർക്കും ഒരു വേഷമല്ല, മുഴുവൻ മനുഷ്യർക്കും ഒരേ ഭക്ഷണ സാധനങ്ങളല്ല അവർ ഉപയോഗിക്കുന്നത്, മുഴുവൻ മനുഷ്യരും ഒരേ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല, മുഴുവൻ മനുഷ്യരും ഒരേ ജാതിയിൽപ്പെട്ടവരല്ല, മുഴുവൻ മനുഷ്യരും ഒരേ നിറത്തിലുള്ളവരല്ല. വൈവിധ്യമാണ്. ഈ വൈവിധ്യം ഇതുപോലുള്ള വേറെ ഒരു രാഷ്ട്രവുമില്ല, ഒരു രാഷ്ട്രവുമില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പ്രത്യേക മതത്തിന്റെ മേൽക്കോയ്മയിലാണ്, ഒരു പ്രത്യേക ഭാഷയാണ് ആ നാട്ടിൽ എല്ലാവരും സംസാരിക്കുന്നത്. അറബി രാജ്യങ്ങളിൽ ഒരു പ്രത്യേക മതത്തിന്റെ മേൽക്കോയ്മയിലാണ്, ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവരാണ്. മറ്റു പല രാജ്യങ്ങളും അങ്ങനെ തന്നെയാണുള്ളത്. ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്ത മതവിശ്വാസങ്ങൾ, ഒരു മതവും ഇല്ലാത്തവർ, ഒരേ മതത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ എല്ലാം ജീവിക്കുന്നു ഈ രാജ്യത്ത്. ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇന്ത്യയുടെ ഈ പ്രത്യേകത മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ സലഫി സെന്ററിന്റെ തറക്കല്ലിട്ട ദിവസം മുതൽ ഇങ്ങോട്ട് ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലെയും പ്രവർത്തനങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ കക്കാട് ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇതിനെ സഹായിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അത് ഒരു നല്ല ലക്ഷണമാണ്. കക്കാട് മുജാഹിദുകളുണ്ട്, പക്ഷേ ആ മുജാഹിദ് പ്രവർത്തകരല്ല ഈ പ്രദേശത്തെ ഭൂരിപക്ഷം ജനത. മുസ്ലിംകളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ട്, അവരുടെ സംഘടനകളുണ്ട്, അവരുടെ സ്ഥാപനങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. എല്ലാ ആളുകളും ഈ സ്ഥാപനത്തെക്കുറിച്ച് നല്ലത് വിചാരിക്കാനും അതിനോട് സഹകരിക്കാനും തയ്യാറായി എന്നുള്ളത് നാട്ടിൽ നന്മ നിലനിൽക്കുന്നു എന്നതിൻ്റെ ശുഭസൂചനയാണ്. നല്ലവരായ നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്നിട്ടുള്ള സരണി ഉൾക്കൊള്ളാനും അയവിറക്കാനും ഇവിടെ ആളുകളുണ്ട് എന്നതിൻ്റെ അടയാളമാണിത്. കേരളത്തിലെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മുഹദ്ദിസായിരുന്ന ഷെയ്ഖ് മൗലവിയുടെ നാടാണിത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ ആദർശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച ആ മഹാപണ്ഡിതന്റെ ചരിത്രം ഓർക്കുന്ന തലമുറയുള്ളവരാണിവർ. അതുകൊണ്ട് തന്നെ ഈ നാട് നന്മയിൽ മുന്നോട്ട് പോകണമെന്നത് എല്ലാ മനുഷ്യരുടെയും ഒരാഗ്രഹമായിരിക്കും. ഈ രാജ്യത്തിന്റെ ഈ പ്രത്യേകത ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ ആഗ്രഹമല്ല, അതൊരു വിശ്വാസത്തിന്റെയും ഭാഗമായി നാം കാണേണ്ടതുണ്ട്. കാരണം എന്താ? വിശ്വാസത്തിലേക്ക് മനുഷ്യരെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതിനാണ് വർഗീയത എന്ന് പറയുന്നത്. വർഗീയ സംഘട്ടനങ്ങൾ, തീവ്രവാദങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇന്ന് നമുക്കൊരു വാർത്തയല്ലാതെയാവുകയാണ്. വാർത്തയല്ല, എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്, എല്ലാ പ്രദേശങ്ങളിലും കുഴപ്പങ്ങളാണ്. വായിക്കാൻ താൽപ്പര്യമില്ലാത്തത്ര രക്തരൂക്ഷിതമായ അനുഭവങ്ങൾ രാജ്യത്തുണ്ടാവുകയാണ്. ആരാണിത് ചെയ്യുന്നത്? ആരാണ് അനുഭവിക്കുന്നത്? മാറാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ
ബഹുമാന്യനായ ഡോക്ടർ സുകുമാർ അഴീക്കോട് കോഴിക്കോട്ടെ വിവിധ വിഭാഗം ആളുകളെ വിളിച്ചു വരുത്തി പറഞ്ഞ ഒരു വാക്കുണ്ട്. മാറാട് കലഹത്തിന്റെ പേരിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ മരിച്ചുപോയി. മാറാട് മരിച്ചു വീണത് മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ് എന്ന് പറഞ്ഞ് കണക്ക് കൂട്ടുന്നവരുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാറാട് മരിച്ചു വീണത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമല്ല, ഈ കോഴിക്കോട്ടെ മനുഷ്യരാണ്. കോഴിക്കോട്ടെ മനുഷ്യരെയാണ് കൊന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏത് വർഗീയതയാണെങ്കിലും ഏത് വികാരമാണെങ്കിലും മനുഷ്യത്വരഹിതമാണ് അത് എന്ന് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കേണ്ടതായി വന്നു. നാട് നിലനിൽക്കണമോ വേണ്ടയോ? നാട് നിലനിൽക്കണമോ വേണ്ടയോ എന്നതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. സമാധാനമില്ലെങ്കിൽ നാട് നിലനിൽക്കില്ല. ചില ആളുകളുടെ മനസ്സിലുള്ളത് എനിക്ക് മാത്രമാണ് സത്യം ബോധ്യപ്പെട്ടത്, മറ്റെല്ലാവരും വിഡ്ഢികളാണ് എന്നാണ്. അത് വിചാരിക്കുന്നവനാണ് വിഡ്ഢി. ഞാൻ ആലോചിച്ചു നോക്കൂ, രാഷ്ട്രീയ കലഹത്തിന് പേരുകേട്ട പ്രദേശമാണ് നമ്മുടെ പ്രദേശം. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയിലും വളരെ കൂടുതലായി രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നു. നാദാപുരം മേഖലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടന്നപ്പോൾ ആ പ്രദേശം ഞാനും സന്ദർശിച്ചിരുന്നു. എന്താ കാണാൻ സാധിച്ചത്? ഒരുമിച്ച് ജീവിച്ചു പോന്ന ആളുകൾ, അയൽ വീട്ടിലുള്ള ആളുകൾ പെട്ടെന്ന് വികാരഭരിതരാവുകയും പലപ്പോഴും ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത ആളുകൾ അക്രമികളായി മാറുകയും ചെയ്യുന്നു. മുന്നിൽ പോകുന്നവൻ ഉയർത്തിപ്പിടിച്ച ഒരു ശീലക്കഷ്ണം, അതാണല്ലോ നമ്മുടെ കൊടി. മുന്നിൽ പോകുന്നവൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വടിയുടെ മുകളിൽ കെട്ടിത്തൂക്കിയ ശീലക്കഷ്ണം, അത് ചുവന്നതാണ്, പച്ചയാണ്, മഞ്ഞയാണ്, 3 വർണ്ണമുള്ളതാണ്, കാവി നിറമാണ്, വേറെ എന്തെങ്കിലുമാണ്. ആ കൊടിയുടെ പുറകിൽ നടക്കുന്ന മനുഷ്യർ, അവര് അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരൊക്കെ ഒരേ വീട്ടുകാരാ. ജ്യേഷ്ഠനാണ് അനുജനെ കൊന്നത്, അല്ലെങ്കിൽ അനുജനാണ് ജ്യേഷ്ഠനെ കൊന്നത്. ഒരേ വീട്ടിലെ മക്കളാണിവർ. അപ്പൊ ഒരാൾ പറയുന്നു ഞാൻ ഇടതുപക്ഷമാണ്, മറ്റൊരുത്തൻ വലതുപക്ഷമാണ്, ഞാൻ കോൺഗ്രസ് ആണ്, കമ്മ്യൂണിസ്റ്റാണ്, BJP ആണ്, ലീഗാണ്, വേറെ എന്തെങ്കിലുമാണ്. ശരി, ഈ പറഞ്ഞത് കേട്ടാൽ തോന്നും ഈ സംഘടനകൾക്കൊക്കെ വലിയ ആദർശങ്ങളുണ്ട് എന്ന്. ആദർശങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധിസം വലിയൊരു ആദർശമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യ രാജ്യം മുഴുവനും മദ്യവിമുക്ത പ്രദേശമാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിയാണ്. ഇപ്പോഴും നിങ്ങൾക്കറിയോ കേരളത്തിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ ചില സംഘടനകളുമായി ബന്ധപ്പെടാറുണ്ട്. മദ്യനിരോധന സമിതി, മദ്യവർജന സമിതി, ലഹരി വിരുദ്ധ മുന്നണി, മദ്യവിരുദ്ധ ജനകീയ മുന്നണി, കുറെ പ്രസ്ഥാനങ്ങൾ. അതിന് യോഗത്തിലൊക്കെ പോയാൽ ആരെ കാണുമെന്നറിയോ? കുറച്ച് വൈദികന്മാർ, പിന്നെ പഴയ കാലത്തെ കുറച്ച് ഗാന്ധിജിയെ ബഹുമാനിച്ച് നടക്കുന്ന കുറെ ദേശീയവാദികൾ, പഴയ കോൺഗ്രസ്സുകാർ, ഖദറൊക്കെ അതിനെ കീറിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന ഈ ആളുകളെ മദ്യപിച്ചാലും വലിയ കുഴപ്പം വരാത്ത പ്രായത്തിലെത്തിയ ആളുകളാണ്. അവരുടെ പ്രതീക്ഷ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കരുത് എന്നതാണ്, നാട്ടിൽ നിന്ന് മദ്യം ഉപേക്ഷിക്കണം. ശരി, ഗാന്ധിയന്മാർ രാജ്യം ഭരിച്ചില്ലേ? ഇത്ര കാലം സംസ്ഥാനവും കേന്ദ്രവും ഗാന്ധിയന്മാർ ഭരിച്ചില്ലേ? ആ ഭരണത്തിൽ പലപ്പോഴും മദ്യം ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടായില്ലേ? മദ്യം പോയോ? ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ 3191 കോടി രൂപയുടെ മദ്യം നമ്മൾ കേരളക്കാർ കുടിച്ചു എന്ന് ഒരാഴ്ച മുമ്പ് പത്രത്തിൽ വന്നിരുന്നു. കേരളത്തിലെ മന്ത്രിസഭയിൽ പറഞ്ഞതാ. 3191 കോടി രൂപയുടെ മദ്യം കേരളക്കാർ കുടിച്ചു. ഏത് മദ്യാന്നറിയോ? ബീവറേജ് കോർപ്പറേഷനിലൂടെയും വിദേശ മദ്യ ഷോപ്പുകളിലൂടെയും വിതരണം ചെയ്യുന്ന നിലവാരമുള്ള ബ്രാൻഡ്, വിസ്കി, റമ്മ് എന്നൊക്കെ പറയുന്ന സാധനം. കൂട്ടത്തിലേക്ക് പട്ടച്ചാരായവും നമ്മുടെ നാട്ടിലെ പാവങ്ങൾ കഴിക്കുന്ന കള്ളും കൂടിക്കൂട്ടിയാൽ കോടി എത്രയാകുമെന്ന് ഓർത്തു നോക്കൂ. 2000 ചില്ലാനും കോടി രൂപ സർക്കാരിന് റവന്യൂ വരുമാനമുണ്ടായി കഴിഞ്ഞ വർഷം മദ്യത്തിലൂടെയാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കമായി പോയ മുസ്ലിം സമുദായത്തിന് ഉടനടി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഹോസ്റ്റലുകളും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ തുടങ്ങാൻ വകയിരുത്താൻ ഗവൺമെന്റിനോട് പറഞ്ഞത് 5000 കോടി റുപ്യയുള്ളൂ. ഒരു രാജ്യത്തെ ഒരു വലിയ സമൂഹത്തിന്
അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ രാജ്യം ചെലവഴിക്കേണ്ടത് 5000 കോടി രൂപയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. 3191 കോടി രൂപയുടെ കള്ളു കുടിച്ചു തീർത്ത ഒരേ ഒരു സംസ്ഥാനത്തിലെ ആളുകൾക്ക് ഇത് ആലോചിച്ചുകൂടെ? CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഒരു ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില സരസമായ പ്രസംഗങ്ങളെക്കുറിച്ച്. ഒരിക്കൽ തലശ്ശേരിയിലെത്തിയപ്പോൾ റമദാൻ മാസത്തിൽ അദ്ദേഹം പറഞ്ഞത്ര തലശ്ശേരിക്കാരോട്, തലശ്ശേരിയിലെ സഹോദരന്മാരെ, മുസ്ലിങ്ങളെ, നിങ്ങൾ ഈ റമദാൻ മാസത്തിൽ കഴിക്കുന്ന പൊരിച്ചതും കരിച്ചതും ഹരീസയും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ സീസണിലേത് ഇതൊന്ന് നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിത്തരാം. കാരണം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ആവശ്യമായ പണത്തിലേറെയാണ് ആരാധനാപ്രധാനമായി കരുതേണ്ട റമദാൻ മാസത്തിൽ ആഹാരപ്രധാനമായി ഈ സമുദായം തിന്നുതീർത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു ഹലാലായ ഭക്ഷണത്തിന്റെ കഥ. മനുഷ്യൻ ആവശ്യമില്ലാത്ത മദ്യം രാജ്യത്ത്, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ഈ ആദർശമുണ്ട് ഇതിനെന്ന് വിചാരിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ്. മദ്യവിരുദ്ധ സമിതിയുടെ ഒരു മുദ്രാവാക്യമുണ്ട്. അതിന്റെ പ്രകടനത്തിനൊക്കെ പോകുമ്പോൾ അവർ വിളിച്ചു വരും, നമ്മളൊക്കെ ചെല്ലും. എന്താണെന്നറിയോ? ഇടതൻ നാട് ഭരിച്ചാലും വലതൻ നാട് ഭരിച്ചാലും മദ്യം നാട് ഭരിക്കുന്നു എന്നാണ്. അത് തന്നെയാണ് സംഗതി. ആരും അറിയാലും ഇതുണ്ടാകും. പിന്നെ മറ്റാദർശങ്ങൾ അങ്ങോട്ട് സത്യം, സമത്വം, സ്വാതന്ത്ര്യം, സോഷ്യലിസമാണല്ലോ അത്. അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ? ഒരു ഭരണപക്ഷം പ്രതിപക്ഷമാകും, പ്രതിപക്ഷം ഭരണപക്ഷമാകും. ആ സമയത്ത് ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയും, ഈ സമയത്ത് ഇവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയും. ഒരു കൂട്ടർ ഭരിക്കുന്ന കാലത്ത് ഇത് തിന്മയാണെന്ന് തോന്നും, അവർ തന്നെ മാറി വരുമ്പോൾ ഇത് തിന്മയാണെന്ന് തോന്നും. പിന്നെ ഒരു വ്യാഖ്യാനം നൽകിയാൽ പാവപ്പെട്ട മനുഷ്യർ അതാണ് ശരിയെന്നും വിശ്വസിക്കും. ഇപ്പൊ കേരളത്തിൽ ഇടക്കിടക്ക് ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു ഭരണം മാറി വേറൊരു ഭരണം വരുന്നതിന് ചില ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പൊ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ എന്തായിരുന്നു? പ്ലാച്ചിമട, കൊക്കക്കോല, വിദ്യാർത്ഥികളുടെ ആത്മഹത്യ, കർഷകന്റെ ആത്മഹത്യ, ADB വായ്പ, എക്സ്പ്രസ് റോഡ്, ഇതൊക്കെയല്ലേ? ശരി, ഭരണം മാറിയപ്പോഴും അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? സ്മാർട്ട് സിറ്റി. പക്ഷെ ആളുകൾക്ക് തോന്നുന്നു അതും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്. ഈ പറയുന്നത് എന്നാ ശരി, 20 മീറ്റർ ആയിരുന്നു എക്സ്പ്രസ് റോഡ്, ഞങ്ങൾ ഉണ്ടാക്കുന്നത് 19 മീറ്ററും 90 സെന്റിമീറ്ററുമാണ് എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ എന്താ പറയുക, ഞാൻ പറയുന്നത് ഈ ഒരു ശീലക്കഷ്ണത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഇവനാണ് ആദർശം അവനാണ് ആദർശം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലാമാത്രം വിഷയമൊന്നുമില്ല. ഇതൊക്കെ ഫലത്തിൽ ഒരേ രൂപത്തിൽ പോകുന്ന സംഗതിയാണ്. മതത്തിന്റെ പേരിലുണ്ടായ സംഘർഷങ്ങളും വർഗീയതയും എടുത്തു നോക്കൂ നിങ്ങൾ. അതിന്റെയും പ്രശ്നം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. എന്റെ വിശ്വാസം പരിശുദ്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസമാണത്. പക്ഷെ ഞാൻ വിശ്വസിക്കേണ്ടത് മറ്റൊരാൾക്ക് ഇത് തെറ്റാണ് എന്ന് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. അത് വിശ്വസിക്കണ്ടേ? മറ്റൊരാൾക്ക് മറ്റൊരു വിശ്വാസമാണ് ശരിയെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണ്ടേ? അങ്ങനെയാണല്ലോ. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖുർആനിൽ പറഞ്ഞു, മതത്തിലേക്ക് ബലാത്കാരം പാടില്ല. മതത്തിലേക്ക് ബലാത്കാരം പാടില്ല എന്ന ആയത്ത് എവിടെയാണെന്നറിയോ? ആയത്തുൽ കുർസിക്ക് ശേഷമാണ്. ഖുർആനിലെ ഏറ്റവും പോരിശയുള്ള അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന അല്ലാഹുവിന്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ, കഴിവുകൾ എല്ലാം പറഞ്ഞു വിശദീകരിച്ച ശേഷം അല്ലാഹ് പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിലേക്ക് ബലാത്കാരമില്ല. മനുഷ്യനെ മതത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. അത് ആളുകൾക്ക് വ്യക്തമാകുമ്പോൾ സ്വീകരിക്കാവുന്നതാണ്. കണക്ക് നോക്കൽ അള്ളാഹുവാണ് പരലോകത്ത്. അതുകൊണ്ടാണല്ലോ ഈ ലോകത്ത് ദൈവനിഷേധികൾ ജീവിക്കുന്നത്. ദൈവനിഷേധികൾ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അവർക്കും വെള്ളം, അവർക്കും മഴ പെയ്യുന്നുണ്ട്, അവർക്കും ശ്വാസം കിട്ടുന്നുണ്ട്, അവരുടെ ഹൃദയം മിടിക്കുന്നുണ്ട്, അവരുടെ രക്തം ചലിക്കുന്നുണ്ട്. ദൈവനിഷേധികൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും അനുഭവിക്കുന്നുണ്ട്. ദൈവം വിചാരിച്ചിട്ടില്ല ദൈവനിഷേധികൾ നശിച്ചു പോട്ടെ എന്ന്. അതിന് രക്ഷാശിക്ഷ കണക്ക് നോക്കിയാൽ അള്ളാഹ് പരലോകത്ത് വെച്ച് ചെയ്തോളൂ. അപ്പൊ പടച്ചവനെപ്പോലും നിഷേധിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ സ്വാതന്ത്ര്യം നൽകുന്നു എങ്കിൽ ആ പടച്ചവന്റെ പേരിൽ മനുഷ്യർ പടച്ചവനേക്കാൾ അപ്പുറം ചിന്തിക്കണം. എന്റെ ഗ്രൂപ്പിൽ, എന്റെ മതത്തിൽ, എന്റെ ദീനിൽ, എന്റെ കൂട്ടത്തിലുള്ളവനോട് മാത്രമേ ഞാൻ മിണ്ടൂ, അവന് മാത്രമേ എന്തെങ്കിലും സഹായം ചെയ്യൂ, അവന് അസുഖം വന്നാലേ ഞാൻ കാണാൻ പോകൂ. അങ്ങനെയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഒരു തുറന്ന പുസ്തകമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ആ ഹിജറ ഒരു വലിയ സംഭവമാണ്. നന്മയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊടുത്തതിന് ഒരു സമൂഹം നൽകിയ മറുപടിയാണ് അക്രമം. അങ്ങനെ സഹാബിമാർ മക്കയിലേക്ക് പോയി. അള്ളാഹുവിന്റെ അനുമതി കിട്ടിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ തീരുമാനിച്ചു.
നാടും കുടുംബവും പണവും അധ്വാനവും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ മദീനയിലേക്ക് പോവുകയാണ്. 6 സൗറിൽ ഒളിച്ചിരുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാടാക്കി മദീനയിലേക്ക് പോകുമ്പോൾ വഴിതെറ്റാതെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മക്കയിൽ നിന്ന് മദീനയിൽ എത്തിക്കാൻ ഒരു വഴികാട്ടി വേണം, ഒരു ഗൈഡ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചെറുപ്പക്കാരനെ കിട്ടി. ആ വഴികാട്ടി മുസ്ലിമായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, എത്ര രഹസ്യ സ്വഭാവമുള്ള, എത്രമാത്രം ശ്രദ്ധിക്കേണ്ട ആ ഒരു യാത്രയിൽ മക്കയിൽ നിന്ന് മദീന വരെയും നബിയെ കൊണ്ടുപോയത് മുസ്ലിമല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്നാണ്. അബ്ദുള്ള എന്ന് കേൾക്കുമ്പോഴേക്ക് മുസ്ലിമാണെന്ന് വിചാരിക്കണം. അറബികൾ അങ്ങനെയൊക്കെയാ പേരിടുക അല്ലേ? സദ്ദാം ഹുസൈന്റെ മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു താരിഖ് അസീസ്. താരിഖ് അസീസ് ക്രിസ്ത്യാനിയാ. സിറിയയിലും ലെബനാനിലും ഈജിപ്തിലും ഇറാഖിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികൾ പേരിടുന്ന അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ നബി യാത്രയിൽ ഗൈഡായി തെരഞ്ഞെടുത്തു. ആ ചെറുപ്പക്കാരന് തോന്നിയോ ഇത് മുഹമ്മദ് ഒരു പുതിയ പ്രസ്ഥാനവും കാര്യമായിട്ട് വന്നാൽ നമ്മൾ കൂടാൻ നിൽക്കുന്നില്ല, പോട്ടെ എന്ന്? ഇല്ല. നബിക്ക് തോന്നിയോ ഈ പണിക്ക് ഇവനെ പറ്റൂല? ഇല്ല. മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മദീനയിലെ എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, അള്ളാഹുവിൽ നിന്ന് വഹി വന്നിട്ടുണ്ട്, എനിക്ക് പ്രവാചകത്വമുണ്ട്. ഈ പറയുന്നതൊക്കെ ആർക്കും വായിച്ച് മനസ്സിലാക്കാം, നല്ലതാണിത്. പലരും സ്വീകരിച്ചു, പലരും സ്വീകരിച്ചില്ല. ആ സ്വീകരിക്കാത്ത ആളുകളെ പ്രത്യേകം വിളിച്ചു. ജൂതന്മാരുണ്ട്, പല ഗോത്രങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റു പലരുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഈ നാടിന്റെ പ്രശ്നത്തിൽ നമ്മളൊന്നാണ്. ആദർശ വ്യത്യാസമുണ്ട്, ശരി. പക്ഷേ നഹ്നു വൽ യഹൂദ് ഉമ്മത്തും വാഹിദ, മീസാഖുൽ മദീന എന്ന പ്രഖ്യാപനമാണത്. നഹ്നു വൽ യഹൂദ് ഉമ്മത്തും വാഹിദ, നമ്മളും ജൂതന്മാരും ഒരു സമൂഹമാണ്. മദീനയുടെ പ്രശ്നത്തിൽ മദീനയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഒന്നാണ്, പ്രതിരോധിച്ചു നിർത്തും. അങ്ങനെയാണ് കരാറുണ്ടാക്കിയത്. ഹുനൈൻ യുദ്ധം വന്നു. ഹുനൈൻ, ഈ യുദ്ധം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ പുതിയ പ്രവണത തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും മതഗ്രന്ഥത്തിലോ ചരിത്രത്തിലോ ഒരു യുദ്ധമുണ്ടെങ്കിൽ അതെടുത്ത് വലുതാക്കിയെടുത്തിട്ട് ആളുകൾ ബേജാറാക്കുക. ബദർ യുദ്ധമുണ്ട്, യുദ്ധം ചരിത്രത്തിലുള്ളൊരു സംഭവമാണ്. അപ്പൊ മഹാഭാരത യുദ്ധമുണ്ട്, പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ രാമരാവണ യുദ്ധമുണ്ടായി. അത് വെച്ചിട്ട് ഇങ്ങനെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാരതീയ ദർശനങ്ങളാകെ യുദ്ധമാണെന്നുണ്ടോ? അതിന് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ധർമ്മത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള യുദ്ധമുണ്ടാകും. പക്ഷേ ആ യുദ്ധം പോലും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ യുദ്ധം പോലും സമാധാനമാക്കണമെന്നാണ് അതിനു മുമ്പിൽ നിന്നവർ ചിന്തിച്ചിട്ടുണ്ടാകുക. എനിക്കറിയാം, അശോക ചക്രവർത്തി കലിംഗ യുദ്ധം കഴിഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്. രാജാവാണ് അശോകൻ. കലിംഗ യുദ്ധം കഴിഞ്ഞ് യുദ്ധഭൂമിയിൽ വന്ന് നിന്ന് നോക്കുകയാണ്. എത്രയെത്ര കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്നു, എത്രയെത്ര ആളുകൾ മരിച്ചു കിടക്കുന്നു. ഇതിനായിരുന്നല്ലോ ഞാൻ നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും കൊണ്ടു നടക്കുന്ന ആയുധം വീണുപോയി. അന്നാണ് അശോകൻ തീരുമാനിച്ചത്, ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന്. ബദർ യുദ്ധം അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഹുനൈൻ യുദ്ധത്തിന്റെ ഒരു സംഭവം. ഞാൻ അത് പറയാനാണ് ഉദ്ദേശിച്ചത്. ഹുനൈൻ യുദ്ധത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലും നിൽക്കാൻ സമ്മതിക്കാത്ത വിധമുള്ള ഒരു അക്രമം, ആ അക്രമത്തിന്റെ ഒരു പ്രതിരോധം, തിരിച്ചടിയായിരുന്നു ഹുനൈൻ യുദ്ധം. ആ യുദ്ധത്തിൽ നബിയുടെ കൂടെ നബിക്ക് സപ്പോർട്ട് ചെയ്ത് യുദ്ധത്തിൽ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചരിത്രം പഠിക്കണം നമ്മൾ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ അക്രമികൾ ആക്രമിക്കുന്നത് തെറ്റാണ്, മുഹമ്മദിന്റെ പക്ഷത്ത് ന്യായമാണ്, അതുകൊണ്ട് ആ ന്യായത്തിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ മുഅ്മിനീകളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. എവിടെ ധ്രുവീകരണം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിന്റെ പടയങ്കി പണയത്തിലായിരുന്നു. അല്പം ആഹാര സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പണയം വെച്ചത് ആ പടയങ്കി ഒരു ജൂതന്റെ അടുത്താ പണയത്തിലുണ്ടായിരുന്നെന്ന. ഒരു ജൂതന്റെ അടുത്തായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, കൊള്ളക്കൊടുക്കുകളിൽ നോക്കേണ്ടത് എന്താ? ജാതിയും മതമൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ കക്കാട്. എവിടെന്നാ സാധനം വാങ്ങേണ്ടത്? അതേത് കടയിലാണ്? മായം ചേർക്കാത്ത, കരിഞ്ചന്ത ഇല്ലാത്ത, വില കൂട്ടി വിൽക്കാത്ത കട എവിടെയാ? അവിടുന്ന് വാങ്ങിയാൽ മതി. അത് കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ മുസ്ലിമോ ഹിന്ദു ആരായാലും വാങ്ങാം.
അതാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. നബി തിരുമേനിക്ക് പണയം വെക്കാൻ ആരാണ് നല്ല പണം കൊടുത്തത്? അതാണ് വാങ്ങിയത്. എന്നാൽ ഇന്ന് മതത്തെയും വിശ്വാസത്തെയും പോലും ബിസിനസ്സാക്കിയിട്ടുണ്ട്. നിഷേധിക്കാൻ സാധ്യമാണോ? ഗംഗാ സോപ്പ് വന്നത് എങ്ങനെയാ നാട്ടിൽ? ഗംഗാ സോപ്പ്. എന്തിനാ ഗംഗാ സോപ്പ് എന്ന് പേരിട്ടൊരു സോപ്പരയ്ക്ക്? ഗംഗാജലം കൊണ്ടുണ്ടാക്കിയ സോപ്പൊന്നല്ല. നമ്മുടെ നാട്ടിലെ വൃത്തികെട്ട വെള്ളം ഉപയോഗിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഗംഗാ സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബിരുദാന്ന് തോന്നി, സംസം സോപ്പ് ഇറക്കാലോ, അതൊരു വെള്ളം തന്നെ അല്ലേ, ഒരു പുണ്യവെള്ളം. അപ്പൊ ഈ ഗംഗാ സോപ്പ്, ഗംഗയുടെ ആ പോരിശ വിചാരിച്ചാരെങ്കിലും അതൊരു മാർക്കറ്റാണെങ്കിൽ സംസം സോപ്പ് ഇറങ്ങി മാർക്കറ്റിൽ ഒരു വിശ്വാസത്തെ ചൂഷണം ചെയ്യാനല്ലേ ഇത്? ആ ചൂഷണത്തെ ചൂഷണമാണ് എന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ അങ്ങനെ വഴുകിപ്പോകാൻ പാടില്ല എന്ന്. കർണാടകത്തിലൂടെ ബോംബെക്ക് പോയ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ പല വേദികളിലും പറഞ്ഞതാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര പോകുമ്പോൾ ബസ് കൊണ്ടുപോയി നിർത്തി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ. നേരെ മുമ്പിൽ 2 ഹോട്ടലാണ്. ഒന്ന് ബിസ്മില്ല റെസ്റ്റോറന്റ്, മറ്റൊന്ന് ശ്രീകൃഷ്ണ വിലാസം ഹോട്ടൽ. കുറെ ആള് ബിസ്മില്ല ഹോട്ടലിൽ കയറിയിട്ട് ചിക്കനും മട്ടണും ബീഫും ഫ്രൈയും ഒക്കെ കഴിച്ചു പോന്നു. വേറെ കുറെ ആളുകൾ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇഡ്ഡലിയും ദോശയും സാമ്പാറും ഒക്കെ അവൻ കഴിച്ചു വന്നു. പിന്നെ അവിടുന്ന് ആരോ പറഞ്ഞോളൂ, ഇത് രണ്ടും ഒരേ കിച്ചണിൽ തന്നെ ബാക്കിൽ ഉണ്ടാക്കുന്നത്, ഒരേ കിച്ചണിൽ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുവരാ, ഇത് ഇവർക്ക് എന്നിട്ടാ ഒരേ മുതലാളിൻ്റെ ആണെന്ന. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതൊരു വിശ്വാസത്തെയോ ആ വിധത്തിലുള്ള ഒരു ചിന്താഗതിയെയോ വിറ്റ് കാശാക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനെതിരെ നിൽക്കുവാൻ ഒരു പ്രദേശത്ത് ആളുകൾ തയ്യാറുണ്ടോ? അതാണ് മതമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് രാഷ്ട്രത്തിന്റെയും പാരമ്പര്യമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അവിടെ നമ്മൾ വിജയിക്കും. കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇന്ത്യൻ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുൻനിരയിൽ മുസ്ലിം സമൂഹത്തെ കൊണ്ടു നിർത്താൻ സാധ്യമായത് ഇമാമുൽ ഹിന്ദ് അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ നേതൃത്വമാണ്. അബുൽ കലാം ആസാദ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. അബുൽ കലാം ആസാദ് കേന്ദ്ര മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അബുൽ കലാം ആസാദ് ഖുർആൻ മുഴുവനും തർജ്ജമ ചെയ്തൊരു മഹാപണ്ഡിതനായിരുന്നു. 300ഓളം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക വിഷയങ്ങളിൽ എഴുതിയൊരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഗാന്ധിജിയുടെ കൂടെ, നെഹ്റുവിന്റെ കൂടെ, ആ കാലഘട്ടത്തിലെ ദേശീയ നേതാക്കന്മാരുടെ കൂടെ നിന്നാ പോകുന്നത്. അബുൽ കലാം ആസാദ് ഇന്ത്യയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലുള്ള ഒരു പണ്ഡിതനാണ്. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന്റെ പ്രശ്നത്തിൽ രാഷ്ട്രത്തിന്റെ കൂടെ, അതാണ് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നത്തിൽ സമുദായത്തിന്റെ കൂടെ, കക്കാടിന്റെ പ്രശ്നത്തിൽ കക്കാടിന്റെ കൂടെ, അതാണ് നമ്മുടെ വീക്ഷണം. അതിനുവേണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ദേശീയ നേതൃത്വം അങ്ങനെ ചെയ്തത്. നൂറ്റാണ്ടിന്റെ സാക്ഷി എന്നറിയപ്പെടുന്ന മൊയ്തു മൗലവി അവസാനം എഴുതിയ ഗ്രന്ഥം ഏതാണെന്നറിയോ? ആദ്യകാല ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രം എന്നുള്ളതാണ്. മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. എന്നാലും മൗലവി കൂടുതൽ പ്രവർത്തിച്ചിരുന്നത് ദേശീയ പ്രസ്ഥാനത്തിലായിരുന്നു, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഒരു സംഭവം പറയുന്നു. KP കേശവമേനോനും മൊയ്തു മൗലവിയും കൂടി കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. പിന്നെ മൗലവിയും KP കേശവമേനോനും ഒന്നിച്ച് കൽക്കത്തയിൽ വണ്ടിയിറങ്ങി. അവരൊന്നിച്ച് വാഹനത്തിൽ ഹോട്ടലിലേക്ക് പോയി. ഒരേ റൂമിൽ കിടന്നിറങ്ങി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഓരോരുത്തരും അവരുടെ പ്രാർത്ഥനകളും ആരാധനാ രീതികളും അനുഷ്ഠിച്ചു. അന്ന് കൽക്കത്തയിൽ കൂടിയ ജനങ്ങൾക്ക് ഇതൊരു അത്ഭുതമായിരുന്നു എന്നാണ്. ആ വിഭജനത്തിന്റെ വേർപാടും മുറിവും നിലനിൽക്കുന്ന പ്രദേശമാണ് കൽക്കത്ത. പഴയ ബംഗാൾ സംസ്ഥാനം വിഭജിച്ചാണ് പൂർവ്വ പാകിസ്ഥാനായി പോയ ഇപ്പോഴത്തെ ബംഗ്ലാദേശും നമ്മുടെ രാജ്യത്തുള്ള വെസ്റ്റ് ബംഗാളും ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ ഈ 2 വിഭാഗങ്ങൾ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും കലഹിക്കാതിരിക്കാൻ 2 പാത്രത്തിൽ വെള്ളം വെച്ച് ഹിന്ദു പാനി മുസ്ലിം പാനി എന്ന് എഴുതി വെച്ച് വെള്ളം കുടിക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് ഈ 2 മഹാന്മാർ അവിടെ എത്തിയത് എന്നാണ്. അതാണ് രാജ്യത്തിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യം നിലനിർത്തുവാൻ ഒരു രാജ്യത്തൊരു നാട്ടിൽ ആളുകൾ തയ്യാറുണ്ടോ? ആ നാട്ടിൽ ശാന്തതയും സമാധാനവും ഉണ്ടാകും. ഈ പറഞ്ഞതൊക്കെ ദീനാണ്, മതമാണ്. കാരണം എന്താണെന്നറിയോ? മനുഷ്യരാശി ഒരു സമുദായമാണ് എന്ന് ഖുർആനിലുണ്ട്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ.
മനുഷ്യ സമൂഹം ഏക സമൂഹമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണെന്ന് ഖുർആനിലുണ്ട്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജനനമെടുത്തതെങ്കിൽ പുറകോട്ട് കൂട്ടി നോക്കിയാൽ നമ്മളൊക്കെ ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ്. വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും അതൊരടയാളമാണ്. വിശ്വാസകാര്യങ്ങൾ മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യമാണ്. എങ്കിൽ പിന്നെ മനുഷ്യർ ദൈവത്തെ പോലും വിഭജിക്കുന്ന കിരാതമായ ക്രൂരമായ അവസ്ഥയിൽ എത്തേണ്ടതുണ്ടോ? എന്റെ ദൈവം, നിന്റെ ദൈവം, ഞങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവം, അങ്ങനെയൊന്നുമില്ലല്ലോ. ഉണ്ട് എന്ന് ആളുകൾ പറയുകയാണ് എന്നല്ലാതെ യഥാർത്ഥത്തിലില്ല. ഓം എന്ന വാക്കിന് സംസ്കൃത നിഘണ്ടുവിൽ ശ്രീ കാണിപ്പയ്യൂരിന്റെ നിഘണ്ടുവിൽ കൊടുത്ത അർത്ഥം ഏകനായ സൃഷ്ടാവായ ദൈവം എന്നാണ്. ഓം എന്ന വാക്കിന് അറബിയിൽ അതിന്റെ പരിഭാഷ അല്ലാഹു എന്നാണ്. അല്ലാഹു എന്നത് മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമല്ല. എന്റെ കയ്യിൽ ക്രിസ്ത്യാനികൾ അച്ചടിച്ചു പ്രസിദ്ധീകരിച്ച ക്രിസ്ത്യാനികൾ, അറബികളായ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിളുണ്ട്. ആ ബൈബിളിന്റെ പേര് അൽ കിതാബുൽ മുഖദ്ദസ് എന്നാണ്. ബൈബിളിൽ, മലയാള ബൈബിളിൽ യഹോവ പറയുന്നു, കർത്താവ് പറയുന്നു എന്നുള്ളിടത്ത് ഈ അറബി ബൈബിളിൽ, ക്രിസ്ത്യാനികൾ പ്രസിദ്ധീകരിച്ച ബൈബിളിൽ പറയുന്നത് ഖാലല്ലാഹു തആല ആണ്. അപ്പൊ ഇവിടെ ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളൊരു ശബ്ദമായി തോന്നും. അവർ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബൈബിളിൽ അറബിയിൽ എഴുതിയത് ഖാലല്ലാഹു തആല എന്നാണ്. അപ്പോ ഭാഷാ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ആശയങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ പാടുണ്ടോ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ ദ ഗ്രേറ്റ് എന്ന് വിചാരിച്ചല്ലോ കേരളത്തിലെ ഒരു കലക്ടർ. കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കലക്ടറായിരുന്ന ശ്രീ ടിക്രാം മീണ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ, ഇപ്പോഴും കേരളത്തിന്റെ IAS സർവീസിലുള്ള ആളാണ്, വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റിലാണ്, കലക്ടറല്ല. അദ്ദേഹം തൃശൂരിൽ നടന്ന MSM സമ്മേളനത്തിൽ, ബീഹാറുകാരനോ മറ്റാണ് അദ്ദേഹം, പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ സാധാരണ ഒരു യോഗത്തിന് വിളിച്ചാൽ ആ യോഗത്തിന് ആശംസ അർപ്പിക്കുക, സംഘാടകരോട് നന്ദി പറയാ, ഇവര് നല്ലവരാണെന്ന് പറയുന്നൊക്കെ ഒരു രൂപം. ഇയാൾ പറഞ്ഞു എനിക്ക് മുസ്ലിങ്ങളെ വളരെ ഇഷ്ടമാണ്, കാരണം അവർ ഹൃദയവിശാലതയുള്ളവരാണ്. അവരുടെ നേതാവായിരുന്ന അക്ബർ രാജാവിന്റെ നാമം 5 നേരം പള്ളിയിൽ വെച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുന്നവരാണ്. അക്ബർ ദേശീയവാദിയും മതേതരവാദിയുമാണ്. വർഗീയതയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അല്ലാഹു അക്ബർ, അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് മലയാളം അങ്ങനെ അറിയാത്തതും എന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട്, ക്ഷമിക്കണം, കുറച്ചൊക്കെ മലയാളവും പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു കൊടുത്തു, അതല്ല പ്രശ്നം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് ഈ അക്ബർ ചക്രവർത്തിയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, അല്ലാഹ് ഇസ് ദ ഗ്രേറ്റ് എന്നാണ്, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഞാൻ പറഞ്ഞത് ഒരു IAS കിട്ടുക എന്നൊക്കെ പറഞ്ഞ നമ്മളെ കേരളക്കാരൊക്കെ ഒരു സ്വപ്നമല്ലേ? ഇല്ലല്ലോ. എത്ര കടമ്പകൾ കടന്ന് പഠിച്ച് മനസ്സിലാക്കി ഇന്റർവ്യൂ കഴിഞ്ഞ് ലാസ്റ്റ് അതിന്റെ ക്രീമാണ് IASകാരായി കലക്ടറായി വരുന്നത്. അത്രയുള്ളൊരു മഹാപണ്ഡിതന്റെ വിവരാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ ദ ഗ്രേറ്റ് എന്നർത്ഥം വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടുകാരെ, പാവപ്പെട്ട മനുഷ്യന്മാരെ കുറ്റം പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്, ഓടിക്കോളെ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നു. കാരണം അതെന്തോ ഒരു അക്രമം പറയാനാണ്. അല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ, നമ്മളാരും വലിയവരല്ല, ഈശ്വരനാ, ദൈവ വലിയവനാ. ആ ആശയം ആളുകൾ കേട്ടാൽ സന്തോഷിക്കണ്ടേ? ഞാനോ നീയോ വലിയവൻ എന്ന നിലക്കുള്ള മത്സരമല്ലേ നാട് നശിപ്പിച്ചത്, ലോകങ്ങൾ തകർത്തത്? അല്ലെ, ബുഷിന് തോന്നി ബുഷാണ് വലിയ ആളെന്ന്, സദ്ദാമിന് തോന്നി സദ്ദാമാണ് വലിയവൻ. ആരാ അക്ബർ? രണ്ടാളും അക്ബർ അല്ല, അള്ളാഹുണ് അക്ബർ. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അല്ലെ, അയൽക്കാരന് അസൂയ. ഒരു ടെലിവിഷന്റെ പരസ്യം വരലുണ്ടായിരുന്നു. എന്താണ്? അയൽവാസിക്ക് അസൂയ. അതും മാർക്കറ്റിംഗ് ആണ്. അയൽവാസിയേക്കാൾ ഞാൻ ഉന്നതനാവണമെന്നാ, ഞാൻ ഉയരണമെന്നാണ്. ആരും ഉയർന്നിട്ടൊരു കാര്യമില്ല. മനുഷ്യന്മാരെല്ലാവരും വിനയം കാണിച്ച് പടച്ചവനാണ് ഏറ്റവും വലിയവൻ എന്ന് വിചാരിച്ചു പോകണ്ടേ? അതിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുവാനുള്ള ശ്രമം വേണ്ടേ? ഈ പറഞ്ഞ അതിന്റെ അർത്ഥം സർവമത സത്യവാദമാണെന്ന് പറയണോ? ഞാൻ പറഞ്ഞു, ഈ സർവമത സാഹോദര്യം എന്ന് പറയുന്നതും സർവമത സത്യവാദം എന്ന് പറയുന്നതും ഒന്നല്ല. മാറാട് സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഏറ്റവും ഇപ്പോഴും വേദനയുള്ളൊരു സംഭവം, ഹക്കും ബാത്തിലും ഒക്കെ മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ ആളുകൾ എത്തിയത്. മാറാട് സംഭവം കഴിഞ്ഞപ്പോൾ കോഴിക്കോട്
ടൗൺ ഹാളിൽ ഒരു യോഗം വിളിച്ചു, ഭാരത് സേവക് സമാജ്. അന്ന് മന്ത്രിയായിരുന്ന പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സുജനപാൽ MLA അധ്യക്ഷം വഹിച്ചു. ഓരോ മതവിഭാഗത്തിൽ നിന്നും ഓരോ ആളുകളെ വിളിച്ചു പ്രസംഗിക്കാൻ. ഒരുപാട് സ്ത്രീകളും കുട്ടികളും വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ടൗൺ ഹാളിലും പരിസരത്തും. അപ്പോ എന്താ പറയേണ്ടത് അവിടെ പറയേണ്ടത്, മനുഷ്യരെ നമ്മളൊക്കെ സാഹോദര്യത്തിൽ കഴിയണം. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഈ ലോകത്തിനൊരു ദൈവമുള്ളത്. നമ്മൾ പല പേര് പറഞ്ഞാലും അതിന് വിശദീകരണങ്ങൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. വേറെ കാര്യം, മനുഷ്യരാശി ഒന്നാണ്. ഞാൻ ഖുർആൻ ഓതി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വെട്ടി മരിക്കരുത്, തീ ഇടരുത്, ആളുകളെ പുറത്താക്കരുത്. ഇങ്ങനെ ജീവിക്കണം, മനുഷ്യ സാഹോദര്യം ഉണ്ടാകണം. നമുക്കിടയിൽ ഐക്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, ഐക്യമില്ലാത്ത വിഷയങ്ങളുമുണ്ട്. അപ്പൊ ഐക്യപ്പെടുന്ന വിഷയങ്ങളെ പഠിക്കുക, ഐക്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. ഇത് വ്യക്തിപരമാണ് മതവും ആദർശവും എന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. കോഴിക്കോടിന്റെ പാരമ്പര്യം കളയരുത്. ഞാൻ പ്രസംഗിച്ചു, ഒരു വിഷയവുമില്ല, അത് നന്നായെന്ന് പലരും എന്നോട് പറഞ്ഞു. മന്ത്രിയുടെ പ്രസംഗമൊക്കെ അച്ചടിച്ചു വന്നു. എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയോ? നമ്മുടെ ചില സുഹൃത്തുക്കൾ ഈ കടലാസ് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ടോ ഏത് മതത്തിലും വിശ്വസിച്ചാൽ മതി, സർവമത സഹോദര്യം, ഹുസൈൻ മടവൂർ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഷേഖ് അബ്ദുൽ അസീസ് ആലു ഷേഖിന് അയച്ചു കൊടുത്തു. ഭയങ്കര കടുപ്പല്ല ചെയ്ത്. സംഘടനാ പ്രശ്നം ഉണ്ടായപ്പോഴൊരു സംഭവം, മുജാഹിദ് സംഘടനയിൽ പ്രശ്നം ഉണ്ടായപ്പോ ഈ ഷേഖ് അബ്ദുൽ അസീസ് ആലു ഷേഖ്, ഞാൻ മക്കയിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് പരിചയമുള്ള ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. കാരണം ഞാൻ റിയാദിൽ പോയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു, വെറുതെ ഒരു സലാം പറഞ്ഞു പോരാൻ വേണ്ടി. അപ്പൊ അദ്ദേഹനോട് പറഞ്ഞു, ഹുസൈൻ നിന്റെ പേരിൽ ഇവിടെ പരാതിയുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പരാതി? ഫയലും കൊണ്ടുവരാൻ പറഞ്ഞു. എന്റെ പേരിലൊരു ഫയലുണ്ട് അവിടെ. ആ ഫയലിൽ എഴുതി വച്ചിരിക്കുന്നു, ഇങ്ങനെ ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന ഒരാൾ സൗദിയിൽ ഇടക്കിടക്ക് വരും, അദ്ദേഹം സർവ്വമത സത്യവാദി, ഏത് മതം സ്വീകരിച്ചാലും മതി എന്നാ പറയുന്നത്. അതൊരു സപ്പോർട്ടിംഗ് ആയിട്ടൊരു പത്രക്കട്ട്, ആ കട്ടിങ്ങിൽ അത് സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മലയാളം ന്യൂസ് പത്ര. ഇവിടുത്തെ എല്ലാ പത്രവും മന്ത്രി ശങ്കരന്റെ, അങ്ങനെയാണല്ലോ ഒരു മന്ത്രി പ്രസംഗിച്ചാൽ അയാളുടെ വാചകങ്ങളല്ലേ കൊടുക്കുക, അതാണ് കൊടുത്തത്. ഈ പത്രത്തിൽ എന്റെ വാചകമാണ് കൊടുത്തത്. അതിൽ തന്നെ ഒരു ദുരുദ്ദേശമുണ്ട്. ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു, ഇത് കളവാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യരോട് മനുഷ്യ സ്നേഹത്തിൽ ജീവിക്കണമെന്നാണ്. ഞാൻ കോഴിക്കോട്ട് പറഞ്ഞു, ഒരു യോഗത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ എഴുതി കൊടുത്താലും എനിക്ക് വർഗീയവാദിയാകാൻ കഴിയില്ല. ഏത് ഷെയ്ഖിന് എഴുതി കൊടുത്താലും, നിങ്ങൾ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്താലും നമുക്ക് മനുഷ്യ സഹോദര്യത്തെക്കുറിച്ച് പറയാനേ കഴിയുള്ളൂ. അത് ആ മാർഗത്തിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും അവസാനം വരെ ഒറ്റക്ക് നിന്ന് മനുഷ്യരാശി ഒന്നാണ് എന്ന് ഖുർആനിന്റെ ആദർശം പറയേണ്ടവരാണ് നമ്മൾ. അപ്പോ മനുഷ്യരൊന്നാണ്, ആ നിലക്ക് മുന്നോട്ട് പോകണം. അതിന്റെ അർത്ഥം എല്ലാ വിശ്വാസവും ഒന്നാണെന്നല്ല. വിശ്വാസം വ്യത്യാസമുണ്ട്, മതങ്ങൾ വ്യത്യാസമുണ്ട്. ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതുണ്ട്. അത് ഇന്ന വിഷയത്തിൽ യോജിപ്പുണ്ട്, ഇന്ന വിഷയത്തിൽ വിയോജിപ്പാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ആ വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തെരഞ്ഞെടുത്തൂടെ? ആ നിലക്ക് നമ്മൾക്കൊന്ന് ഉയർന്നു വന്നുകൂടെ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ കോഴിക്കോടിനടുത്ത് തെരുവത്ത് അമ്പലത്തിൽ, തെരുവത്ത് ഉത്സവം എന്നൊരു ഉത്സവമുണ്ട് അമ്പലത്തിൽ. അവരെന്നെ വിളിച്ചു ഒരിക്കല് ഇസ്ലാമിനെ കുറിച്ച് പറയാനാണ്. അമ്പലത്തിന്റെ മുറ്റത്ത് വിവിധ മതക്കാർ ഒന്നിച്ചു കൂടിയാണ്. നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാഞ്ഞിക്കാവിൽ കുഞ്ഞികൃഷ്ണൻ അവർകളെ എന്നെ ക്ഷണിച്ചുകൊണ്ടായത്. ആ അമ്പലത്തിന്റെ ഒക്കെ ഒരു ഭാരവാഹിയാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു അരമണിക്കൂർ നേരം ഇസ്ലാമിനെ കുറിച്ച് പറയണം, ഇവിടെ എല്ലാവരും ഉണ്ടാവും ധാരാളം. അപ്പൊ ഞാൻ അരമണിക്കൂർ സംസാരിച്ചു. ഞാനതിൽ ഊന്നി പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാ മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യ സ്നേഹമുണ്ട്. എല്ലാ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സ്നേഹമുണ്ട്. ഭാരതീയ സങ്കല്പത്തിൽ തന്നെ ഒരു ജീവിയെയും നോവിക്കരുത് എന്നുള്ളത്. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരു കുടുംബം എന്നാണ്. എന്ന് ഞാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിർത്താൻ വാച്ചിൽ നോക്കുമ്പോൾ എനിക്കൊരു സ്ലിപ്പ് തന്നവർ, നിങ്ങൾക്ക് 15 മിനിറ്റ് കൂടി സംസാരിക്കാം, ഇത് ഇനിയും ഇവിടെ പറയണം. ഞാൻ എൻ്റെ ബസ് പോവില്ലേ, ബസ് പോയാൽ ഞങ്ങൾ ടാക്സിയിൽ വണ്ടിയിൽ അവിടെ കൊണ്ടായിത്തരാം, നിങ്ങൾ ഇനിയും ഇത് പറയണം എന്നാണ്. ഇത് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ അമ്പലത്തിന്റെ ആളായി എന്നാണോ? അങ്ങനെ വിചാരിക്കേണ്ടതുണ്ടോ നമുക്ക്? KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് റഹിമഹുല്ലാ 18 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ നിന്ന് മൗലവിക്ക് മുജാഹിദ് സെന്ററിലേക്ക് ഒരു കത്ത് വന്നു. തിരുവനന്തപുരം പാളയം പള്ളി ഷാവാൻകുട്ടി സാഹിബൊക്കെ അവിടെയുള്ള കാലത്താണ്, കുട്ടിയമ്മ സാഹിബൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തത്. ആ പള്ളിയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ 1 മുതൽ 12 വരെ ഇസ്ലാമിക മതപ്രഭാഷണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇതിലേക്ക് മുജാഹിദും ജമാഅത്തും തബ്ലീഗും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും ഇതിലൊന്നും പെടാത്തയും പണ്ഡിതന്മാരെ ക്ഷണിക്കുകയാണ്.
3 ദിവസം മുജാഹിദ് പണ്ഡിതന്മാരെ അയച്ചു തരണം. കെ.പി. മുഹമ്മദ് മൗലവി എന്നെ വിളിച്ചു. ഈ ദൂരെ പോയി പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ കുറച്ചാളെ പോകുള്ളൂ. നമ്മളൊക്കെ ഒരു യുവത്വത്തിന്റെ ആവേശത്തിൽ പോകുന്ന കാലമാണ്. എന്നോട് പറഞ്ഞു ഇവിടെ പോകണം, തിരുവനന്തപുരം പാളയം പള്ളിയിൽ പോയി പ്രസംഗിക്കണം. അതിന്റെ നോട്ടീസ് തന്നെ മീലാദ് പ്രഭാഷണം എന്നാണ്. ഞാൻ പറഞ്ഞു മൗലവി നമ്മളെന്താ മീലാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കും, നമ്മൾ നബിദിനം ആഘോഷിക്കലില്ലല്ലോ, വിദേഹത്താന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ. അപ്പൊ മൗലവി എന്നോട് പറഞ്ഞു തിരുവനന്തപുരം പാളയം പള്ളിയുടെ ആളുകൾ എനിക്ക് കത്തയച്ചിട്ട് 3 മുജാഹിദ് പണ്ഡിതന്മാരെ അയച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി പ്രസംഗിക്കണം. നാം പഠിച്ച ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരതിനൊക്കെ വികാസമുള്ള ഹൃദയമുള്ളവരാണ്. മാത്രമല്ല അവിടെ മന്ത്രിമാർ, MLA മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പോയി. കെ സുല്ലമി പോയി. അതങ്ങനെ തുടർന്നു വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായ ശേഷവും സുഹൈർ ചുങ്കത്തറ പോയി, ശംസുദ്ദീൻ പാലത്ത് പോയി, എല്ലാവരും പോയി. ഈ കൊല്ലവും അവർ എനിക്ക് ഒഴിവുണ്ടാവുമ്പോൾ ഞാനും പോയി. അവിടെ തൗഹീദ് പറയാം, സുന്നത്തും വിദഅത്തും പറയാം, ഖുർആൻ പറയാം. അവർ മാന്യന്മാരാണ്. പക്ഷെ പറയുന്ന ആളും മാന്യനാവണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെന്ന് അത് കച്ചറാക്കി പോരുന്ന ആള് അവർ വിളിക്കൂല. ഏത് പാർട്ടിപ്പെട്ടവരായാലും, സുന്നിയായാലും മുജാഹിദായാലും ആരായാലും. അങ്ങനെ ഇത്തവണ ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ ക്യാമ്പയിൻ ഉദ്ഘാടനമാണ് കഴിഞ്ഞ മാസം 18-ാം തീയതി. 17-ാം തീയതി കൊളംബോയിലൊരു ജമിയത്തുൽ ഉലമ വാർഷികം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്റെ ടൈം കണക്കാ, കൊളംബോയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നാൽ 18-ാം തീയതി ഗാന്ധി പാർക്കിൽ നമ്മുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം കഴിഞ്ഞാൽ 19-ന് ഇതും കൂടി പങ്കെടുത്ത് പോരാന്ന് ബുക്കിംഗ് ഒക്കെ ചെയ്ത്. അപ്പൊ കാലക്കേടിന് ഈ 19-ാം തീയതിയാണ് ഈ പ്രഭാഷണ പരമ്പര തുടങ്ങുന്നത്. പിറ്റേ ദിവസത്തെ മാധ്യമം പത്രത്തിൽ വന്ന റിപ്പോർട്ടിൽ മീലാദ് പ്രഭാഷണം ഹുസൈൻ മടവൂർ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തുന്നോ, ഉദ്ഘാടന പ്രഭാഷണം നടത്തി എന്നിട്ട് അവിടെ ഒരു വാർത്ത വന്നു. അപ്പൊ എന്നോട് ആളുകൾ കൊണ്ടുവന്നവർ ഇങ്ങനെ, ഞാൻ പറഞ്ഞപ്പോ അവിടെ പോയി നമ്മൾ എന്താ പറയുന്നു എന്നല്ലേ നോക്കേണ്ടത്. അത് വളരെ പെട്ടെന്ന് പണിയെടുപ്പിച്ച് വേറൊരു പത്രത്തിൽ വേറൊരു കോലത്തിൽ വരുത്തി. ആ പത്രത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂരിൽ എന്നെ ഉച്ചക്കൊരാൾ വിളിച്ചു. ഇത് പറഞ്ഞു ഈ പത്രങ്ങളിൽ വന്നതെല്ലാം കൂടി എടുത്തിട്ട് ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് ഹുസൈൻ മടവൂർ മീലാദ് പ്രഭാഷണത്തിൽ. ഞാൻ അവരോട് പറഞ്ഞു കെ.പി. മുഹമ്മദ് മൗലവി അയച്ചൊരു കാര്യം, അത് ദീനിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ളൊരു അവസരം, ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണോ വേണ്ടേ? മാത്രമല്ല ഞാനല്ലാത്ത എല്ലാ ആളുകളും പോയിട്ടില്ലേ? അപ്പൊ വേറെ ആളിനോട് ഫോൺ ചെയ്ത് കോഴിക്കോട് നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് മലബാറിലൊരു നിയമവും തിരുവിതാംകൂറിൽ വേറെ നിയമമുണ്ടോ ഇസ്ലാം ദീനിന്? ഇവിടെ ഞങ്ങളൊരു നബിദിന പ്രഭാഷണം സംഘടിപ്പിച്ചാൽ ഞങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വരും, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, കൂക്ക് വിളിക്കരുത്, കച്ചറുണ്ടാക്കരുത്, ശാന്തമായി പ്രസംഗിക്കാൻ സമ്മതിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ പറയാൻ കഴിയണം, സുഖമായി തിരിച്ചു പോകാനും സമ്മതിക്കണം. നമ്മുടെ നാട്ടിൽ മതപ്രഭാഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ലൈനും രൂപവും വേറെ കോലത്തിലാണല്ലോ, ബഹളവും കുഴപ്പങ്ങളും. അപ്പൊ അത്രയേ ഉള്ളൂ. ഇത് ആലോചിച്ചു നോക്കൂ, മനുഷ്യരാശി ഐക്യപ്പെട്ടു വരുമ്പോ ആ വിഷയങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ കഴിയണ്ടേ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കണ്ടേ? ഒരു മനുഷ്യന് ഒരു ആദർശം ഉണ്ടോ വിചാരിച്ച് ആ മനുഷ്യന് വേറെ യാതൊന്നുമില്ലേ? അങ്ങനെയുണ്ട് ഒരു മനുഷ്യന് ആദർശമുണ്ട്, ഇവൻ കോൺഗ്രസ്സുകാരനാണ്, ശരി എന്നാലും ഓരോ മനുഷ്യനല്ലേ? ആ ഒരു സംഗതി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും മാതിരിയല്ലേ? ഇവൻ മുജാഹിദാണ്, അവൻ സുന്നിയാണ്, ഇവൻ ഈ ഗ്രൂപ്പാണ്, അവൻ ആ ഗ്രൂപ്പാണ്. ഇവനൊരു മനുഷ്യനല്ലേ? ആ മനുഷ്യൻ എന്ന മനുഷ്യത്വം നമ്മൾ കാണണ്ടേ? ആ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയണ്ടേ? അതാണ് പാരമ്പര്യം. നിങ്ങൾക്കറിയാം, തിരൂരങ്ങാടി യതീംഖാന മുജാഹിദുകൾ നടത്തുന്ന സ്ഥാപനം. അവിടുത്തെ ദീൻ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ്. അവിടുത്തെ പള്ളിയിൽ സ്ത്രീകൾ വരുന്നുണ്ട്, അവിടുത്തെ ജുമാ ഖുത്ബ മലയാളത്തിലാണ്, അങ്ങനെയാണത്, എല്ലാവർക്കും അറിയാം. ആ യതീംഖാനയിലെ പള്ളിക്ക് തറക്കല്ലിട്ടതാരാ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഒരിക്കലും മുജാഹിദായിട്ടില്ലല്ലോ. തങ്ങൾ സമസ്തയുടെ ഒരു അനിഷേധ്യനായ നേതാവാണെന്ന്. ആരാ അധ്യക്ഷൻ? കെ മൗലവി സാഹിബ്. KNM സ്ഥാപക പ്രസിഡന്റാണ്, ആദ്യത്തെ പ്രസിഡന്റ്. കെ മൗലവി സാഹിബ് അധ്യക്ഷം വഹിക്കുകയും ബാഫക്കി തങ്ങൾ തറക്കല്ലിടുകയും ചെയ്ത സ്ഥാപനം അവിടെ പോയ ഇപ്പോഴും ഉണ്ട്, ഫൗണ്ടേഷൻ സ്റ്റോണിലത്. അന്നത്തെ മുജാഹിദീങ്ങൾക്ക് തോന്നിയോ കെ മൗലവിക്ക് ആദർശം ചെയ്യാനുണ്ടായിരുന്നു? സുന്നികൾക്കാർക്കെങ്കിലും തോന്നിയോ ബാഫക്കി തങ്ങൾ ഇങ്ങനെ ചെയ്തതൊരു വ്യതിയാനമായും? ഇല്ല, അത് ഉൾക്കൊണ്ടിരുന്നു അവര്. 50 കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മുടെ വിവരം താഴോട്ട് വരികയാണ്. അങ്ങനെയല്ലല്ലോ. ആ കാലഘട്ടത്തിനേക്കാൾ ഏറെ മനുഷ്യാവകാശങ്ങളും മനുഷ്യ സ്നേഹവും ഒക്കെ ഉയർന്നു വരുന്നു സംസ്കാരത്തിന്റെ രംഗത്ത് എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഉയർന്നു വരുവാൻ മനുഷ്യന് സാധിക്കണ്ടേ? ഞാൻ പോയിട്ടുണ്ട് കേരളത്തിലെ ഒരുപാട് മതവിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ, മുസ്ലിങ്ങളല്ലാത്തവരുടെ സ്ഥാപനങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. അതിന്റെ ഒരു പ്രയാസം എന്താണെന്നറിയോ? ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠാ മഹോത്സവം അതിനാ ക്ഷണിക്കുന്നത്.
ഞാൻ ഇവരോട് പറഞ്ഞു, ഈ നോട്ടീസും കൊണ്ട് നടക്കുന്ന കൗമിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം ഞാൻ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠാ മഹോത്സവത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. വയനാട്ടിൽ പുൽപ്പള്ളിക്കപ്പുറത്ത് മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലം, മുസ്ലിങ്ങളൊന്നും ഇല്ല അവിടെ. എന്നിട്ട് ഇറങ്ങിയപ്പം തന്നെ ചെണ്ട കൊട്ടിയിട്ട് കുർത്തോലക്കാക്കി ഇങ്ങനെ സ്വീകരിക്കുന്നത്, മറ്റേ മുത്തുക്കൊടയൊക്കെ ആയിട്ട് ഒരിടങ്ങേറുള്ള ഒരു രൂപവുമാണത്. ഞാൻ സ്റ്റേജിലെത്തി, ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇവിടെ ക്ഷണിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഒരു മതസമ്മേളനമാണ്, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി എന്നെ വിളിച്ചു. ഈ ആളുകളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പ്രതിഷ്ഠാ മഹോത്സവം, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏതായാലും പ്രതിഷ്ഠ ഉണ്ടാവില്ലല്ലോ. തൗഹീദിന്റെ കാര്യത്തിൽ കടുകിട വ്യത്യാസമില്ലാത്തൊരു ആദർശമുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ പ്രതിഷ്ഠക്കെതിരാണ്. ഞാൻ മാത്രമല്ല, ശ്രീനാരായണ ഗുരു എതിരാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരുപാട് വചനങ്ങളിൽ പ്രതിഷ്ഠ വെക്കരുത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ശ്രീ വാഗ്ഭടാനന്ദ ഗുരുക്കളുടെ സമ്പൂർണ്ണ കൃതികൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, വാഗ്ഭടാനന്ദ ഗുരുക്കൾ കോഴിക്കോട് കാരപ്പറമ്പ്, അദ്ദേഹവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ പലപ്പോഴും കാണുകയും കത്തയക്കുകയൊക്കെ ചെയ്തിരുന്നു ധാരാളം. അപ്പൊ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ വെക്കരുത് എന്ന് പറയുകയും വാഗ്ഭടാനന്ദ ഗുരുക്കൾ അത് ശക്തമായി പറയുകയും ചെയ്യും. അദ്വൈതികളായിരുന്നു അവർ. അപ്പൊ ഒരിക്കൽ ഇതിൽ പറയാണ്, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠയുടെ കാര്യത്തിൽ അല്പം ഒരു മയം കാണിക്കുന്നു എനിക്ക് തോന്നി. അങ്ങനെ ഇദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, ഗുരു നമ്മൾ രണ്ടുപേരും അദ്വൈതികളല്ലേ? ഒരു വാഗ്ഭടാനന്ദ ഗുരുക്ക്, അതെ നമ്മൾ അദ്വൈതികളാണ്. നമ്മൾ പ്രതിഷ്ഠക്കെതിരല്ലേ? അതെ നമ്മൾ പ്രതിഷ്ഠക്കെതിരാണ്. അപ്പൊ ഗുരു ഇപ്പോൾ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ അല്പം മയം കാണിക്കുന്നു എന്ന് പറയുന്നല്ലോ. അപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞത്രേ, അതുകൊണ്ട് ജനങ്ങൾ അങ്ങോട്ട് എത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അല്പം മയം കാണിക്കുകയാണ്. വാഗ്ഭടാനന്ദ ഗുരുക്കൾ പറഞ്ഞു, എനിക്ക് മയം കാണിക്കാൻ കഴിയില്ല. ശ്രീ വാഗ്ഭടാനന്ദ ഗുരുക്കൾ ഇങ്ങനെ സന്യാസി വസ്ത്രം ധരിച്ചിങ്ങനെ പോവുകയായിരുന്നു അത്ര. ഒരിക്കൽ തെക്കൻ കേരളത്തിൽ ഒരു മനുഷ്യൻ വന്ന് ഗുരു എന്ന് പറഞ്ഞ് നമസ്കാരം എന്ന് പറഞ്ഞ് കാൽക്കൽ വീണു. ഗുരു ആലോചിച്ചു, വാഗ്ഭടാനന്ദ ഗുരു, എന്താ ഇവൻ എന്റെ കാൽക്കൽ വീട്, ഞാനും മനുഷ്യനല്ലേ? അദ്ദേഹത്തിന് പിടികിട്ടി, എന്റെ ഈ വസ്ത്രമാണ് ഇതിന്റെ കാരണം. അന്ന് അദ്ദേഹം ആ സന്യാസ വസ്ത്രം ഉപേക്ഷിച്ച് തുണിയും കുപ്പായിട്ട് സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ നടക്കാൻ തുടങ്ങിയെന്ന. ഞാനിപ്പോൾ അനുസ്മരിച്ചത്, ഞാൻ പറഞ്ഞു ഞാൻ പ്രതിഷ്ഠക്കെതിരാണ്, ശ്രീനാരായണ ഗുരു എതിരാണ്. അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാലോ. ഞാൻ എന്താണ് ഇസ്ലാമിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുത്തു. ക്രിസ്ത്യാനികളുടെ ഒരു ചർച്ച് വെഞ്ചിരിപ്പിൽ വയനാട്ടിൽ നിന്ന് പോരുമ്പോൾ തലശ്ശേരി ബിഷപ്പും ഞാൻ ഒരേ കാറ് പോരുക. അപ്പൊ ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞു, ഇസ്ലാമിൽ പൗരോഹിത്യമല്ല, അതെന്തോ ബിഷപ്പിന് അല്പം ഒരു പ്രയാസം ഉണ്ടാക്കിയോ, അയാൾ പുരോഹിതനാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയാം എങ്ങനെയാ, നിങ്ങൾ ഇസ്ലാമിൽ മൗലവിമാര് തങ്ങന്മാര് എന്നൊക്കെ പറഞ്ഞ് കുറെ പുരോഹിതന്മാരില്ലേ, അപ്പൊ ഇസ്ലാമിലില്ലേ പൗരോഹിത്യം? ഞാൻ പറഞ്ഞു, അത് ഇസ്ലാമിലുള്ളതല്ല, പിൽക്കാലത്ത് ഉണ്ടായി വന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു പള്ളിയിലെ ഹത്തീബ, കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളിയിൽ. ഞാനോ പുരോഹിതനല്ല, എന്റെ ജോലി കോളേജിൽ പഠിപ്പിക്കലാണ്. എന്റെ കുട്ടികളെ ഞാൻ പോറ്റുന്നത് അവിടുന്ന് ശമ്പളം വാങ്ങിയിട്ടാണ്. അപ്പൊ പൗരോഹിത്യം ഉണ്ടാകുന്നത് മതത്തിന്റെ പേരിൽ പുരോഹിതന്മാർ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. അത് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അയാൾക്ക് എന്നോട് പറഞ്ഞു, എന്നാ വേറൊരു വിഷയം പറയാം. എന്താ വിഷയം? എന്നോട് പറഞ്ഞു, സ്ത്രീകൾ അവരുടെ തലയും ഇതൊക്കെ മറച്ച് ഹിജാബ് ധരിക്കുന്നത്, പർദ്ദ, അത് അവരുടെ പുരോഗതിക്ക് ഒരു തടസ്സമല്ലേ? നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിന്റെ പുരോഗമനം ഇവിടെ? അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ എന്തുമാത്രം പ്രയാസമായിരിക്കും. ഞാൻ ചോദിച്ചു, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നത് ആരാ? മദർ തെരേസ. അത് തന്നെ, മദർ തെരേസ തന്നെയാണ്. മദർ തെരേസയുടെ ഡ്രസ്സ് എന്താ? ശരിക്ക് ഹിജാബ് തന്നെ, തലമറച്ച് മക്കനെ ധരിച്ച് ഫുൾ കൈ ഡ്രസ്സ്, താഴെ വരെയുള്ള സാരിയൊക്കെ കൊടുത്തിട്ട് ശരിയായ ഹിജാബിലാണല്ലോ. എന്നിട്ട് മദർ തെരേസയ്ക്ക് സാമൂഹ്യ സേവന പ്രവർത്തനം നടത്താൻ ഒരു പ്രയാസമില്ലല്ലോ. അപ്പൊ ഒരു മുസ്ലിം സ്ത്രീ തലമറച്ച പ്രയാസാവോ? ഫറൂഖിലടുത്തൊരു സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികൾ തലമറിച്ചപ്പോ അങ്ങനെ പറ്റൂല, ഇവിടുത്തെ ഡ്രസ്സ് അനുസരിച്ച് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. പ്രശ്നമായി. അപ്പൊ ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ പ്രിൻസിപ്പലിനെയും അവിടുത്തെ അധ്യാപകരെയൊക്കെ സന്ദർശിച്ചു. ഇത് ശരിയല്ല ഓരോരുത്തരുടെ. അപ്പം നോക്കുമ്പോ എന്താ, പ്രിൻസിപ്പൽ തന്നെ വലിയ ഹിജാബിലാ, കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാ. അപ്പൊ അവർക്ക് ധരിക്കുക, ഇവർക്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയം വികസിക്കുന്നുവെങ്കിൽ, നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ അവസരമുണ്ടാകുമെങ്കിൽ നമുക്ക് ആശയം പങ്കുവെക്കാൻ കഴിയണം. അങ്ങനെ ആശയം പങ്കുവെക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകും, ആദർശം ഓരോരുത്തരും മനസ്സിലാക്കാൻ അവസരമുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ശത്രുതയും വർഗീയതയും ഇല്ലാത്ത നിലക്ക് നാട്ടിൽ ജീവിച്ചു പോകാൻ സാധിക്കും. പിന്നെ അന്ധവിശ്വാസങ്ങൾ, വർഗീയത, ഇതൊക്കെ ഉണ്ടാകും.
അതുണ്ടാകുമ്പോൾ വർഗീയതക്കെതിരെ നല്ല മനുഷ്യർ ഒന്നിച്ചു നിൽക്കണം. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒരു അതിർത്തി കലഹമുണ്ടായി വിചാരിക്കാം. അതിലൊരുത്തൻ കോൺഗ്രസ്സുകാർ, ഒരുത്തൻ ലീഗുകാർ, അല്ലെ ഒരുത്തൻ ഹിന്ദു, ഒരുത്തൻ മുസ്ലിം. അങ്ങനെയാണെങ്കിൽ ആ അക്രമിന്റെ കൂടെ നമ്മൾ നിൽക്കണോ? നമ്മുടെ പാർട്ടി മെമ്പറാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ന്യായത്തിന്റെ കൂടെ നിന്നാൽ പോരെ? മാറാട് കലാപമുണ്ടായത് പത്രങ്ങൾ പുറത്തു കൊണ്ടുവന്ന എന്താണെന്നറിയോ? ഒന്നാം മാറാട് കലാപത്തിന്റെ തുടക്കം എന്തായിരുന്നു? അവിടെ ഹിന്ദുത്വവും ഇസ്ലാമും ദീനും ഒന്നുമല്ല. ഡിസംബർ 31 അർദ്ധരാത്രി, ഡിസംബർ 31 അർദ്ധരാത്രി പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ന്യൂ ഇയറിനെ സ്വീകരിക്കാൻ പടിഞ്ഞാറെന്ന് വരുന്ന ഏത് വൃത്തികെട്ടതിനെയും അവർ ചവച്ചു തുപ്പിയ സംസ്കാരങ്ങളെ അറിയാതെ വീഴുക. നമ്മള് പടിഞ്ഞാറ് കുറെ നല്ല സ്വഭാവമുണ്ട്, അത് സ്വീകരിച്ചൂടെ? കൃത്യനിഷ്ഠ, സമയം പാലിക്കല്, കഠിനാധ്വാനം, ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ നല്ല ഗുണങ്ങളാണ്. അതിലൊന്നും നമ്മളില്ല. നമ്മൾ ഇംഗ്ലീഷുകാരുടെ മാതിരി ഡ്രസ്സും ധരിച്ച് അവന്റെ എല്ലാ വൃത്തികേടും എയ്ഡ്സും നാശങ്ങളായി നടക്കുക. അങ്ങനെയാണ് ഡിസംബർ 31 അർദ്ധരാത്രി ബീച്ചിലും കോഴിക്കോട്ടെ തെരുവിലുമൊക്കെ യുവാക്കൾ കൂത്താടുന്ന ഒരു അവസ്ഥ ഉണ്ട്. കള്ളും കുടിച്ച് ബൈക്കിന്റെ ബാക്കിലിരുന്ന് കൂക്കി വിളിച്ച് നടക്കുക. എന്തിനാ ഇത്? അങ്ങനെ നടന്നപ്പോ ഒരു പെൺകുട്ടിയോട് ഒരു ചെറുപ്പക്കാരൻ അപമര്യാദയായി പെരുമാറി. അങ്ങനെയൊക്കെ സംഭവിക്കാതില്ലേ? അങ്ങനെയായിട്ട് പോയിക്കോട്ടെ എന്ന് ചൂടായ അല്ല. അത് പെൺകുട്ടി ഒരു മതത്തിൽപ്പെട്ട, ആൺകുട്ടി വേറൊരു മതത്തിലും പെട്ടതാ. എന്നാ പിന്നെ ഇത് നമ്മളെ പെൺകുട്ടിയല്ലേ ആ കൗമിന്റെ കൂടെ? ഇത് നമ്മുടെ ചെറുപ്പക്കാരനല്ലേ ഈ കൗമിന്റെ? മനുഷ്യന്മാര് അവിഹിതമായി അനാവശ്യമായി വൃത്തികെട്ട രൂപത്തിൽ പെരുമാറിയ മനുഷ്യനെ ഒറ്റപ്പെടുത്തല്ലേ വേണ്ടേ? അവൻ ആരായാലും, ലീഗായാലും കോൺഗ്രസ് ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അതിനാൾക്കാർക്ക് തോന്നിയില്ല. എന്നിട്ട് പിന്നീട് അത് വർഗീയതയായി, പിന്നീട് നാശമായി. ഒരുപാട് സുഹൃത്തുക്കൾ മരിച്ചുപോയി. അപ്പൊ ഇങ്ങനെയൊരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നന്മയെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നതും പറയുന്നതും മാന്യമായാൽ മതി. ഇപ്പൊ അന്ധവിശ്വാസങ്ങൾ പെരുകല്ലേ? പുതിയ പുതിയ ആൾദൈവങ്ങൾ വരുന്നു, പുതിയ മഠങ്ങൾ ഉണ്ടാകുന്നു, ദിവ്യന്മാരും സിദ്ധന്മാരും ഇവരെവിടെ. അപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ തെക്കൻ ഭാഗത്ത് പോയപ്പോഴേ പത്രത്തിലൊരു വാർത്ത, ഒരു സിദ്ധൻ അലിയാർ ബാബ എന്ന് പറയുന്ന ഒരു സിദ്ധനെ പിടിച്ച് പോലീസിലേൽപ്പിച്ചു. എന്താ സിദ്ധി എന്നറിയോ? മന്ത്രവാദങ്ങളാ അലിയാർ ബാബ. അങ്ങനെ മന്ത്രവാദങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭർത്താവ് തന്നെയാണ് ഭാര്യയെ മന്ത്രവാദത്തിന് കൊണ്ടായിക്കൊടുത്തത്. അത് കുറെ കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ഇത് മന്ത്രവാദം മാത്രമല്ല, പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് ആളുകൾ അറിഞ്ഞത്. ഈ ബാബയെ പിടികൂടി. ഇയാൾ സിദ്ധിയാന്ന് വിചാരിച്ച് നമ്മൾ പിടികൂടാതിരിക്കാൻ പറ്റുമോ? ഇയാൾ ദിവ്യനാന്ന് വിചാരിച്ച്. ഗവൺമെന്റിന് ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ. എന്താണെന്നറിയോ? ഗവൺമെന്റിന് ഇന്ത്യ മതസൗഹാർദ്ദത്തിന്റെ രാജ്യമാണ്, ഇന്ത്യ മതസ്വാതന്ത്ര്യമുള്ള. അപ്പൊ ഏതൊരു അന്ധവിശ്വാസത്തിന്റെയും മുകളിൽ ഒരു മതം എന്നൊട്ടിച്ചു വെച്ചാൽ പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം, പിന്നെ അവിടത്തേക്ക് സൗകര്യമൊരുക്കണം, എല്ലാം. ഞാൻ മതമല്ലേ? അതാണ് നമ്മൾക്ക് പറ്റിയ അബദ്ധം. വെടിക്കെട്ട് ഏതെങ്കിലും മതത്തിലുണ്ടോ? ഒരു മതത്തിലുമില്ല. ഒരു മതത്തിലും വെടിക്കെട്ട് പറയുന്നില്ല. കാരണം എന്താ? അത് ദുർവ്യയമാണ്, ശബ്ദശല്യമാണ്, അനാവശ്യമാണ്, മനുഷ്യന് സ്വൈരം കെടുത്തുന്നതാണ്. ഇപ്പോഴിതാ മനുഷ്യരെ കൊന്നുകളയുന്നു. കോടിക്കണക്കിന് ഉറുപ്പിയുടെ നാശനഷ്ടങ്ങൾ. ഇസ്ലാം മതത്തിൽ അങ്ങനെ ഉണ്ടോ? ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തു മതത്തിലുണ്ടോ? തീ കൊളുത്തിട്ട് കത്തിക്കാണ് കോടിക്കണക്കിന് ഉറുപ്പിയ. ഇവരത് നോക്കിയിരിക്കുക. ഇവൻ ബുദ്ധിമാനാണോ? വിഡ്ഢിയല്ലേ? വിഡ്ഢി. തീ കത്തിച്ചിട്ട് ഈ മത്താപ്പ് കത്തുന്നത് നോക്കിയിരിക്കുന്നവൻ അത് മതമാണ് എന്നുള്ളത് കൊണ്ടാണ്, മതമാണെന്ന് വിചാരിച്ചാണ്. ചേറ്റുവ ചന്ദനക്കുടം നേർച്ച. അതെങ്ങനെയാ ചന്ദനവും കുടവും അല്ലാഹു ആലം. ചന്ദനക്കുടം നേർച്ചയിൽ വന്ന ആന, എഴുന്നള്ളത്തിന്റെ ആന വരണ്ടു, പാപ്പാനെ കുത്തിക്കൊന്നു. എന്താ ദിനേശൻ എന്നിട്ടാണ് ആനന്റെ പേര്. അതുകൊണ്ട് എന്നിട്ട് കുറെ ആളുകൾ മരിച്ചു, കുറെ ആൾക്ക് ചവിട്ടേറ്റു, നാശം. ഈ ചന്ദനക്കുടം എന്ന് പറയുന്നത് എന്താ? അത് ഇസ്ലാം ദീനിന്റേതാണോ? അല്ലല്ലോ. ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു ആലിം പറയുന്നുണ്ടോ ഇത് നല്ലതാണ്? അതുമില്ലല്ലോ. പക്ഷെ ജനങ്ങളെ ഒഴിവാക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് അന്ധവിശ്വാസമാണ് എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്താൻ അതുമായി ബന്ധപ്പെട്ടവർക്കേ സാധിക്കൂ. അതുമായി ബന്ധപ്പെടാത്ത ഒരുത്തെന്ന് പറഞ്ഞാൽ അത് വർഗീയതാവും. അയാൾ എന്തിനാ ഞങ്ങളെ മതത്തിന് കുറ്റം പറയുന്നതാവും, പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങൾ വലിയ വിഷയമാണ്. മെനയാന്ന് കൊല്ലത്ത് നമ്മുടെ വർഗീയതയ്ക്കെതിരെ, അന്ധവിശ്വാസത്തിനെതിരെ എന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ M.A. ബേബി മെനയാന്ന് അദ്ദേഹം പറഞ്ഞു, കൊല്ലത്ത് പള്ളിമുക്കിൽ വലിയൊരു സമ്മേളനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വർഗീയതയ്ക്കെതിരെ കൂട്ടായ്മ ഉണ്ടാക്കുന്നു, എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. മതവിശ്വാസികൾ വർഗീയതയ്ക്കെതിരെ ഒന്നിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എനിക്ക് മതവിശ്വാസമല്ല. അപ്പൊ ഞങ്ങൾക്കും കൂടി ഒരു ഗ്യാപ്പ് നിങ്ങൾ തരണം. വർഗീയതയ്ക്കെതിരെ മതവിശ്വാസികളായ നിങ്ങളും മതമല്ലാത്ത ഞങ്ങളും, പിന്നെ
പിന്നെ അദ്ദേഹം പറഞ്ഞു, അത് ഒരു ഡിബൈറ്റബിൾ ആണ്, നമുക്ക് ചർച്ച ചെയ്യാം, എനിക്ക് മതവിശ്വാസമൊന്നുമില്ല, പക്ഷെ എല്ലാ മതക്കാരുടെയും നന്മ ഞാൻ അംഗീകരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ വിഷയം അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസം. എന്റെ കാറിന്റെ നമ്പർ നോക്കൂ, മന്ത്രി ബേബിയുടെ കാറിന്റെ നമ്പർ 13. ആർക്കും വേണ്ടാത്തൊരു നമ്പറാ 13. ഇല്ലേ, 716, 313. ഇപ്പൊ ഈ സ്വർണ്ണക്കടയൊക്കെ വന്നപ്പോ 916 പ്യൂരിറ്റി 916. ഈ നമ്പറിനൊക്കെ ഭയങ്കര വില കൊടുക്കണം എന്നാണ്. കോഴിക്കോട് ഇപ്പടുത്ത് RTO ഓഫീസിൽ 65,000 ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഒരു ഇഷ്ട നമ്പർ വാങ്ങിയത്. ഞാൻ ആദ്യത്തിൽ വണ്ടി എടുത്തപ്പോൾ ആലോചിച്ചിരുന്നു, എന്താ പറയുക, 13 നമ്പർ കൊടുത്താലോ. എന്നാ അങ്ങനല്ലേ വിപ്ലവാത്മകമായ തീരുമാനങ്ങൾ. പക്ഷേ ഡ്രൈവർ എന്നോട് പറഞ്ഞു, അതിലൊരു അപകടമുണ്ട്, ഇത് പിന്നെ ആരും വാങ്ങൂല, നിങ്ങൾ കാലാകാലം ഒരു കാർ കൊണ്ടിറക്കാൻ പറ്റും, അത് വിൽക്കണ്ടേ. അപ്പൊ സെക്കൻഡ് സെയിലിന് വില കിട്ടുമ്പോൾ ഇത് നോക്കും, ഇത് കൂട്ടിയാ കിട്ടുന്നത് എത്ര നോക്കും, ഹരിച്ചാ കിട്ടുന്നത് നോക്കും, ഇത് സെയിലാവൂല എന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. ഹൈക്കോടതിയിൽ ഞാൻ മന്ത്രി ബേബി സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇത് മാത്രമല്ല സാർ, കേരള ഹൈക്കോടതിയിൽ 13 എന്നൊരു നമ്പറുള്ള റൂമില്ല പോലും. ഓരോ റൂം ഇങ്ങനെ വന്ന് 12 കഴിഞ്ഞാൽ പിന്നെ 13 ഇല്ല. അത് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, ഞാൻ ഇപ്പം അത് പറയുന്നില്ല, കാരണം എനിക്ക് കോടതി അലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് എന്റെ പേരിലും കൂടി പുതിയ ഇഷ്യൂ ഉണ്ടാവണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറയണ്ട, നമ്മൾ കോടതി അലക്ഷ്യം എന്നത്, കാരണം അന്ധവിശ്വാസമാണ്. 13 എന്ന നമ്പർ ഒരു ലോഡ്ജിൽ പോയി നോക്കുന്ന, ലോഡ്ജിൽ 12 കഴിഞ്ഞാൽ 12A, പിന്നെ 14. ശരി, 13 മോശമായിരുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ ഈ ബോർഡിൽ 12A എന്ന് എഴുതി വെച്ചാൽ ആ മോശം പോകുമോ? എന്താ, പഞ്ചസാര ഭരണിന്റെ മുകളിൽ ഉപ്പ് നട്ട് എഴുതി വെച്ചു വിചാരിക്കുക, എന്നാൽ ഉറുമ്പ് വരുമോ? പഞ്ചസാര എന്നാണ് വരൂലല്ലോ. അത് ഉപ്പ്, പഞ്ചസാര അവിടുന്ന് പോവില്ല. ഉപ്പിന്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ ഉറുമ്പ് വരില്ല, അത് ഉപ്പ് വേറെ എഴുത്ത് വേറെ, അങ്ങനെയാണുള്ളത്. അപ്പൊ ഇതൊരു അന്ധവിശ്വാസമാണ്. കഴിഞ്ഞ ശാസ്ത്രമേള വയനാട്ടിൽ രാവിലെ 9 മണിക്ക് തുടങ്ങണം. അധ്യാപകരെത്തി, കുട്ടികളെത്തി, ഇവിടുത്തെ മാഷ്മാരൊക്കെ പോയിണ്ടാവും. 10:30 മണിയാവുമ്പോഴാണ് തുടങ്ങുന്നത്. അപ്പൊ ചോദിച്ചു, എന്താ സംഭവത്തിൽ തുടങ്ങാത്തത്? അത് ഈ 10:30 വരെയുള്ള സമയം നല്ല സമയമല്ല. ശാസ്ത്രമേള തുടങ്ങാൻ 10:30 വരെയുള്ള സമയം നല്ലതല്ല. ആരാ പറഞ്ഞത്? അതാരോ പറഞ്ഞു അല്ലേ? കാലത്തെ നിങ്ങൾ ശപിക്കരുത് എന്നൊരു ഹദീസുണ്ട്. എല്ലാ കാലവും നല്ലതാണ്. സുബഹിസ്കരിക്കാത്ത മനുഷ്യൻ എണീറ്റിട്ട് ഇന്നിപ്പോ നല്ല ദിവസമോ മോശ ദിവസമോ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് എന്ത് കാര്യം? സുബഹിസ്കരിക്കുക മനുഷ്യ ആദ്യമോ, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സുബഹിസ്കരിച്ചാൽ അത് നല്ല ദിവസമാണ്. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങൾക്ക് ജാതിയും മതമൊന്നുമില്ല. ഒരു ജാതിയും മതവും ഈ വിഷയത്തിൽ മനുഷ്യർക്ക് അന്ധവിശ്വാസത്തിന് മനുഷ്യനെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ്. ഇപ്പൊ നോക്കൂ, ആൾക്കാർ ഇങ്ങനെ കുത്തിരിക്കുക, രാവിലെ TV തുറന്നിട്ട്, എന്റെ ജന്മദിനൊന്നാണല്ലോ, അവന് ജാതകം എങ്ങനെ, അപ്പൊ മറ്റേയാൾ പറയും, ഇന്നേ ദിവസം ജനിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കണം, വാഹനം ഓടിക്കുമ്പോൾ കരുതണം, അപകട സാധ്യതകളുണ്ട്. ഓ ശരി, എന്നാ പിന്നെ ഇന്നനി സ്വന്തം വാഹനം ഓടിക്കേണ്ട, ബസ്സിലൊക്കെ കയറി പോവാ, അപകട സാധ്യത എന്നുണ്ട് ഇല്ലേ? എല്ലാ ദിവസവും അപകട സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ചില മൊത്തം കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ പേടിച്ചിരിക്കുകയാണ്. കൈനോട്ടിക്ക് പറയും, നിങ്ങൾക്ക് കുടുംബത്തിലൊരു ശത്രുണ്ട്. ആർക്കാ കുടുംബത്തിൽ ശത്രു ഇല്ലാത്തത്? ഉണ്ടല്ലോ. ഇനി സ്വന്തം കുടുംബത്തിലല്ലേ, ഭാര്യ വീട്ടിലെങ്കിലും ഉണ്ടാവും ഒരു ശത്രു, ഒരു അത്യാവശ്യത്തിന് ഒരാളെങ്കിലും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. എന്നിട്ട് ആൾക്കാർ ഇത് താങ്കളുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് അല്ലേ? അമ്മമാരോടൊക്കെ പറയും, നിങ്ങളുടെ ഉമ്മ, നിങ്ങൾക്ക് മനസ്സിലൊരു നിയ്യത്തുണ്ട്. ഏതാൾക്കാർ നിയ്യത്തില്ലാത്ത എന്തെങ്കിലും നിയ്യത്ത് എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഗൾഫിൽ നിൽക്കുന്ന മനുഷ്യര്, മോൻ ഗൾഫിലാ, ശരി, അതിനെന്താ, ഓൻ യാതൊരു ബുദ്ധിമുട്ടും ഒന്നും വരാതിരിക്കാൻ ചില പണികൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനെന്താ വേണ്ടത്? അതിന് സ്വർണ്ണാഭരണം ഒരു പാത്രത്തിലാക്കി ചില ലോഷനിലൊക്കെ ഇട്ട് ഒഴിച്ചു വെച്ച് ഇത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് വാർത്തയും മറ്റൊക്കെ ഓതി ശരിയാക്കിയാൽ മതി എന്ന് പറയും. രണ്ട് സംഭവം. ആര്? മുസ്ലിം സ്ത്രീകളായി ആഭരണം എടുത്തു കൊടുക്കുന്നത്. മുസ്ലിം സ്ത്രീകളെ ഗൾഫിലുള്ള മോന് പരിക്ക് പറ്റാതെ വെക്കാൻ പഠിച്ചവനോട് ദുആ ചെയ്താൽ പോരെ? ഇതെടുത്തു വെച്ച് പിന്നെ നോക്കുമ്പോൾ കാണുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് തുറക്കാനും പാടുള്ളൂ എന്നറിയും. 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ സ്വർണ്ണം അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതേതോ ആസിഡിലൊക്കെ ഇട്ടിട്ട് അതിന്റെ സ്വർണം കുറഞ്ഞിട്ടും ഉണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ബോധം വരുന്നില്ല എന്നതാണ്. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യാപകമായ മാനങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയണം. എല്ലാ ജാതിയിലും മതത്തിലും ഇത് കാണുകയാണ് നമ്മൾ. അവരെ നമുക്ക് മോചിപ്പിക്കണ്ടേ? ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിച്ചിട്ട് മനുഷ്യൻ ഉയർന്നു ചിന്തിക്കണം. അള്ളാഹുവിൽ തവക്കുലാക്കാൻ കഴിയണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അത് അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. തൗഹീദിന്റെ ബലമാണത്, ശക്തിയാണത്, അതിന്റെ കഴിവാണത്. അസ്ലുഹാ സാബിത്തുൻ, വേറുറച്ച രൂപത്തിലുള്ളത്. വഫർഉഹാ ഫിസ്സമാ, ആകാശത്ത് പന്തലിച്ച് നിൽക്കുന്നത്. ഒരു കാറ്റ് തട്ടിയാലൊന്നും അത് പോവില്ല, പിടിച്ചു കുലിക്കാലൊന്നും അത് ഇളകില്ല.
അല്ലെ? ഗ്രഹണമുണ്ടാകുന്നു. ഗ്രഹണമുണ്ടാകും. അത് സൂര്യൻ ഉദിക്കും, അസ്തമിക്കും, ചന്ദ്രൻ ഉദിക്കും, അസ്തമിക്കും. അതുപോലുള്ളൊരു പ്രതിഭാസമാണ്. ഓരോ സമയത്തിനും നിസ്കാരം വെച്ച പോലെ ഗ്രഹണത്തിനും ഒരു നിസ്കാരമുണ്ട്. അതെങ്ങനെയാണത്? അപ്പോ ഗ്രഹണമുണ്ടാകുന്ന ഒരു പാമ്പ് വന്ന് ഭൂമിയെ, സൂര്യനെ വിഴുങ്ങുകയാണ്. അത് ബുദ്ധിയല്ല, ശാസ്ത്രവുമല്ല. ഭൂമി നിലനിൽക്കുന്നത് കാളന്റെ മുമ്പിലാണെന്നും കാള തലകുലുക്കുമ്പോൾ ഭൂമി കുലുക്കമുണ്ടാകുന്നു എന്നും പറഞ്ഞാൽ അത് ദീനാണോ? അത് കിതാബിലുണ്ട് എന്ന് പറഞ്ഞാൽ കിതാബിൽ അങ്ങനെ വലുത് അള്ളാന്റെ കിതാബിലുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ മതഗ്രന്ഥങ്ങളെ തെറ്റായ നിലക്ക് വ്യാഖ്യാനിക്കുകയോ തെറ്റായ ഗ്രന്ഥങ്ങൾ രചിക്കുകയോ തെറ്റായ ആചാരങ്ങളെ ദീർഘകാലം കൊണ്ടു നടക്കുകയോ ചെയ്യുന്ന സമൂഹം ഉത്ബുദ്ധമായി വരണം. അതിനിതുപോലുള്ള സ്ഥാപനമുണ്ടാകണം. നോക്കൂ, ഇന്ന് മനുഷ്യാവകാശത്തിന്റെ കാലമാണ്. മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇസ്ലാം നൽകുന്ന സന്ദേശം എന്താ? എല്ലാവർക്കും അവകാശം നിർണയിച്ചു. കുട്ടികളുടെ അവകാശം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കുട്ടികളുടെ അവകാശം എന്നാ പറഞ്ഞത്? സെപ്റ്റംബർ മാസത്തിൽ ലോകമുലയൂട്ടൽ വാരമാണ്. ലോകമുലയൂട്ടൽ വാരം. ലോകമുലയൂട്ടൽ വാരത്തിന് പത്രങ്ങളിലൊക്കെ പരസ്യം, ടിവിയിലൊക്കെ പരസ്യം. എന്താ അതിനുള്ള ആവശ്യപ്പെടൽ എന്നറിയോ? അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണം. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണം എന്നുള്ളത് മൃഗങ്ങൾ പോലും കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കില്ല. ഇതിങ്ങനെ പരസ്യം ചെയ്യേണ്ട സംഗതി ഉണ്ടോ? നമ്മളാരെങ്കിലും മുല കൊടുത്തത് ഉമ്മ പത്രം വായിച്ചിട്ട്? എന്റെ ഉമ്മക്ക് ഇപ്പോഴും വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല, പഠിച്ചിട്ടുമില്ല. എന്നിട്ട് എന്റെ ഉമ്മ എനിക്ക് മുല എന്ന് ഇവരാരും പറഞ്ഞിട്ടല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് അതുണ്ടായി എന്ന് നിങ്ങൾക്കറിയോ? അതുണ്ടായത് ഇടക്കാലത്ത് വന്ന പുതിയൊരു ഫാഷനിൽ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്താൽ ശരീര സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് ചില സ്ത്രീകൾക്ക് തോന്നി. കുഞ്ഞിന്റെ മുലപ്പാല് കിട്ടുക, കുഞ്ഞിന് മുലപ്പാല് കിട്ടുന്നതിൽ വലുത് എന്റെ ശരീരത്തിന്റെ ആകാരവും വടിവുമാണ് എന്ന് അവർക്ക് തോന്നി. അപ്പം ബിഷപ്വരന്മാർ, ഡോക്ടർമാർ പറഞ്ഞു കൊടുത്തു, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഹൃദയബന്ധമുണ്ടാകുന്നത്, അമ്മേ എന്ന് കുഞ്ഞ് വിളിക്കുന്നതും അത് കേൾക്കുമ്പോൾ മകനെ മകളെ എന്ന് അമ്മ വിചാരിക്കുന്ന ഹൃദയബന്ധം അത് മുലപ്പാല് കൊടുത്താലേ ഉണ്ടാവുള്ളൂ. അമ്മിഞ്ഞപ്പാലിന്റെ ബന്ധമാണത്. അത് പറഞ്ഞിട്ടൊന്നും സ്ത്രീകൾ കേട്ടില്ല. അവസാനം ഇപ്പോൾ വരുന്ന പരസ്യത്തിലുള്ള ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? സ്ത്രീകൾക്കുണ്ടാകുന്ന സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ 60-65% കുട്ടികൾക്ക് ശരിക്കും മുല കൊടുക്കാഞ്ഞിട്ടാണ്. ഞെട്ടിയില്ലേ പെണ്ണുങ്ങളൊക്കെ? ഞെട്ടി. എന്താണെന്നറിയോ? ശരീരവും ആകാരവും ഉള്ളതെല്ലാം പോവാണ്, മുറിച്ച് കളയാണ്. ചെസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം. അപ്പൊ പിന്നെ മുല കൊടുക്കും. ഇങ്ങനെ മുല കൊടുപ്പിച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ കുഞ്ഞാണ്, എന്റെ ബാധ്യതയാണെന്ന് വിചാരിച്ചു കൊടുക്കണ്ടേ? ഖുർആൻ പറഞ്ഞതന്നെ, ഖുർആൻ അവകാശം ഉറപ്പിച്ചത് വൽവാലിദാതു യുർദിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, 2 വർഷം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണം. അത് ഖുർആൻ പറഞ്ഞത് അമ്മയും കുഞ്ഞും എന്നൊരു ചാപ്റ്ററിലല്ല, അങ്ങനെ ഒരു ചാപ്റ്ററില്ല. ഖുർആനിൽ അത് വന്നത് തലാഖിനെ കുറിച്ച് പറഞ്ഞെടുത്ത. തലാഖ് അതൊരു വേറെ വലിയൊരു വിഷയമാണ്. എന്നാലും രണ്ടാളുകൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിപ്പോയാൽ വേർപിരിയണമല്ലോ. അങ്ങനെ വേറെ വരുമ്പോൾ വാപ്പർ വഹിക്കുമ്പോൾ ഉമ്മ വേറെ വഹിക്കുമ്പോൾ കുട്ടി അനാഥയാവൂലേ? എന്തു ചെയ്യണം? ആ കുഞ്ഞിന് ഉമ്മ മുല കൊടുക്കണം. ആ കാലഘട്ടത്തിൽ അതിനുള്ള ചെലവ് വാപ്പ കൊടുക്കുകയും ചെയ്യണം. നമുക്ക് ഒരു കുഞ്ഞിന്റെ അവകാശം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആ അവകാശ പ്രഖ്യാപനം അത് ആവർത്തിക്കണ്ടേ? സ്ത്രീകളുടെ കാര്യം പറയുന്നത്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അവരുടെ അവകാശം നിഷേധിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ശരി, എന്ത് ചെയ്യും നിങ്ങൾ? അതിനവരെ ബോധവൽക്കരിച്ച് മാത്രം മതിയോ? പുരുഷന്മാർ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു. അതിന് സ്ത്രീകൾ വനിതാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പ്രമേയം പാസാക്കിക്കൊണ്ട് നിൽക്കുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവൻ മാന്യൻ, സ്ത്രീകളോട് മാന്യത കെട്ട് പ്രവർത്തിക്കുന്നവൻ നിന്ദൻ. മാ അക്രമൻ നിസാ ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ. ഇപ്പൊ നോക്കൂ, വിവാഹം, ഒരു സ്ത്രീയുടെ വിവാഹം ഒരു സ്ത്രീയുടെ ഒരു വലിയ പ്രതീക്ഷയല്ലേ, ഒരാഗ്രഹമല്ലേ, സ്വപ്നമല്ലേ? സ്ത്രീകളുടെ പങ്കാളിത്തം എന്താ? അവരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടോ? അവരുടെ അനുവാദം പറയുന്നുണ്ടോ? അങ്ങനെ ഒരു സംഗതി വേണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നാട്ടിലുള്ള എല്ലാ പള്ളി മഹലിലുള്ള നിക്കാഹിന്റെ പേപ്പർ എടുത്തുകൊണ്ട് ഒരു ബുക്ക്, അതിൽ കുറെ മനുഷ്യന്മാർ ഒപ്പുവെക്കും. ആരൊക്കെ എന്നറിയോ? വരൻ, വലിയ എവിടുന്നോ പിടിച്ചുകൊണ്ടുവന്ന മൗലവി, എന്താ ഹത്തീബ്, അവിടുന്ന് വന്നൊരു സാക്ഷി, ഇവിടുന്ന് വന്നൊരു സാക്ഷി. മനുഷ്യന്മാരെ ഇതിലൊരു പ്രധാന കക്ഷി പെൺകുട്ടിയല്ലേ, അവൾ അനുവാദം ഉണ്ട് എന്നുള്ളതിന് രേഖ ഉണ്ടോ? ഒരു ഒപ്പ് വെക്കൂട്ടൂടെ? നമ്മൾ പറഞ്ഞു നോക്ക്, ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ കോഴിക്കോട് മർക്കസ് ദാവയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന വിവാഹ രജിസ്റ്ററിൽ വധുവിന്റെ ഒപ്പ് എന്ന ഒരു കോളം നമ്മൾ എഴുതി ചേർത്തു. എന്താ? അത് അവകാശമാണല്ലോ. എന്നെ വിവാഹം ചെയ്യാൻ എന്റെ അനുവാദമുണ്ടായിരുന്നു എന്നുള്ളതിന് ഇതാ രേഖ.
അതാണ് അനുവാദം. അപ്പൊ അത് പറഞ്ഞാൽ എന്താവും? ഞങ്ങൾ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടീനെ പോയി കണ്ടു. പുതിയ മന്ത്രിസഭ വന്നപ്പോ വഖഫ് ബോർഡ് വരികയാണ്, പിന്നെ ഹജ്ജ് കമ്മിറ്റി വരികയാണ്. ഹജ്ജിന് പോകുന്ന അധികവും സ്ത്രീകളല്ലേ? ശരി, ഹജ്ജ് കമ്മിറ്റിയിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നൂടെ? അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ പറയണ്ടേ? പല സ്റ്റേറ്റിലും ഉണ്ട് ഹജ്ജ് കമ്മിറ്റിയിലും വഖഫ് ബോർഡിലും സ്ത്രീകൾ. ഇപ്പൊ ധാരാളം മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരുണ്ട്. അപ്പോ പാലോളി പറഞ്ഞു, വളരെ വിപ്ലവാത്മകമാണ് ഈ നിർദ്ദേശം, നിങ്ങൾക്കേ അത് പറയാൻ കഴിയൂ, ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കേ അത് ചെയ്യാനും കഴിയുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് ഞങ്ങൾ എന്തെന്ന് പറയാം, ഞങ്ങൾ ഒരു സ്ത്രീയുടെ പേര് കൊടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു ആളെ എടുക്കാം, പക്ഷെ അതൊരു പഞ്ചായത്ത് ബോർഡ് മെമ്പർ എന്ന കാറ്റഗറിയിൽ നിന്ന് എടുക്കാം, എല്ലാവരെയും ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണല്ലോ. ശരി, അങ്ങനെ ഞങ്ങൾ തെരഞ്ഞു. പഞ്ചായത്ത് ബോർഡ് പറഞ്ഞാൽ അതും മന്ത്രിക്ക് താല്പര്യമുള്ളൊരു സംഘടനയുടെ മെമ്പറും ആവണ്ടേ. അങ്ങനെ ഒരാളെ കിട്ടി, നമുക്ക് താല്പര്യമുള്ള, നമ്മളോട് ബന്ധപ്പെടുന്ന ഒരു പെണ്ണിന്റെ പേര് എഴുതി കൊടുത്തു. അപ്പൊ മന്ത്രി പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, പക്ഷേ വേറെയും കുറെ ആളുകളിലെ അവർ സമ്മതിച്ചില്ലെങ്കിലോ, അങ്ങ് വേറെ ഒരു പുരുഷന്റെ പേരും തരുന്നത്. അങ്ങനെയാണ് നമ്മൾ വടകരക്കടുത്തുള്ള റഹ്മത്തുള്ള എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ബോർഡിലെ മെമ്പറെ പേര് കൊടുത്തത്. ആലോചിച്ചു, മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടു, കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് ആഗ്രഹിച്ചു, പക്ഷെ നടപ്പാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്താ സംഭവം? അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു, വഖഫിനെ കുറിച്ച് പറഞ്ഞിട്ട് വഖഫ് ബോർഡിൽ സ്ത്രീകൾ ഉണ്ടാവണം. അതങ്ങനെ പറയുന്നു സച്ചാർ കമ്മിറ്റി. അതാരും കേട്ടില്ലല്ലോ. ഇവിടെ ഇത്ര റിസർവേഷന്, മറ്റത് അത്ര കോളേജ്, അതിനിതുണ്ട്, അതാരും പറയില്ല. അതാണ് അവകാശ നിഷേധം. ആളുകൾക്ക് ദീൻ പഠിപ്പിക്കണം, മനുഷ്യാവകാശം അറിയിക്കണം, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം പരത്തണം. നിങ്ങൾ ആലോചിച്ചോ, എനിക്ക് എന്റെ വലിയ സന്തോഷം, ഞാൻ ഇവിടെ വന്ന് ഓരോ ദിവസം ഈ കാര്യം അന്വേഷിക്കുമ്പോൾ ഇവിടെ ഇതിനെ സഹായിക്കാത്ത ആരുമില്ല എന്നാ പറഞ്ഞത്. എല്ലാവരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും, മുസ്ലിങ്ങളിൽ തന്നെയും ആശയപരമായി വളരെ പ്രശ്നങ്ങളുള്ള സംഘടനകളുണ്ട്. പരസ്പരം ആ വിഷയത്തിൽ തർക്കം നടത്തുന്നവരുണ്ട്, വാദപ്രയോഗം നടത്തുന്നവരുണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം ഇതിവിടെ ഉണ്ടാവണം എന്ന് ആളുകൾ ആഗ്രഹിച്ച ഇതിന്റെ ഒരു വലിയ നീയത്തുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പോയാൽ നീണ്ടുപോകും. ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഈ സ്ഥാപനത്തിന്റെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറെ കൂടി ജനകീയമായ പരിപാടികൾ ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.